കൂടുതൽ വാർത്തകളിലേക്ക്, അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് മിഡ് ഡേ ന്യൂസ് കടക്കുകയാണ്. സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പര്യടന പരിപാടി ആലപ്പുഴ ജില്ലയിലൂടെ പുരോഗമിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടി ആലപ്പുഴ പട്ടണത്തിലാണ്. അവിടേക്ക് പരമദരിദ്രാവസ്ഥയിൽ നിന്ന് കരകയറ്റും. എങ്ങനെ? അവരെ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിലായിരിക്കും, പലയിടത്ത് ചിലത് ഒറ്റപ്പെട്ട് കിടക്കുകയായിരിക്കും. എന്നാൽ ഇവരെ ആകെ സംസ്ഥാനമാകെ വീക്ഷിക്കുന്ന നിലയിൽ ഒരു നെറ്റ്വർക്കിന് കീഴിലാക്കും. പ്രാദേശികമായി അതത് കുടുംബങ്ങളെയാണ് വിലയിരുത്തുക. ആ കുടുംബങ്ങളെ വിലയിരുത്തുന്ന പ്രക്രിയ നടക്കും. ഓരോ കുടുംബത്തെയും എങ്ങനെ ഈ പരമദരിദ്രാവസ്ഥയിൽ നിന്ന് കരകയറ്റാനാകും, അതിനുള്ള മൈക്രോ പ്ലാൻ തയ്യാറാക്കും. ഉദാഹരണത്തിന്, ഒരു കുടുംബത്തിന് ഒരു തൊഴിൽ കിട്ടിയാൽ മതിയാകും, ആ കുടുംബം കരകയറും. അപ്പോൾ അവിടെ കൊടുക്കാൻ പറ്റുന്ന തൊഴിൽ എന്താണ്? തദ്ദേശഭരണ സ്ഥാപനമുണ്ട്, സഹകരണ മേഖലയുണ്ട്, സ്വകാര്യ മേഖലയുണ്ട്, സർക്കാരുമുണ്ട്. എല്ലാം കൂടി ആലോചിച്ച് അതിനുള്ള പരിഹാരം കാണും. അതോടെ ആ കുടുംബത്തിൻ്റെ പരമദരിദ്രാവസ്ഥക്ക് മാറ്റം വരും. ഓരോ കുടുംബത്തിനും വ്യത്യസ്ത രീതികളായിരിക്കും. ആ വ്യത്യസ്തമായ രീതികൾ അവിടെ നടപ്പാക്കേണ്ടി വരും. ചില കുടുംബങ്ങൾക്ക് സാമ്പത്തിക സഹായം വേണ്ടി വരും. സർക്കാർ ഇപ്പോൾ കണക്കാക്കുന്നത് 1 ലക്ഷം മുതൽ 15 ലക്ഷം രൂപ വരെ ചിലരെ സഹായിക്കേണ്ടതായിട്ട് വരും. എല്ലാറ്റിൻ്റെയും ലക്ഷ്യം ഒന്നേ ഉള്ളൂ, പരമദരിദ്ര കുടുംബങ്ങൾ ഇല്ലാതാവുക. അങ്ങനെ നമ്മുടെ കേരളം പരമദരിദ്ര കുടുംബങ്ങളില്ലാത്ത ഒരു കേരളമാക്കി മാറ്റുക. ഇതാണ് LDF പ്രകടന പത്രികയിലൂടെ വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിൽ കേരളത്തെ മാറ്റുക. ഇപ്പം നാം ഒരു ഘട്ടം വരെ എത്തിയിട്ടുണ്ട്. അവിടുന്ന് കൂടുതൽ വികസിക്കണം, കൂടുതൽ ഉയരത്തിലേക്ക് പോകണം, ലോകോത്തര നിലവാരം പൊതുവെ ആർജിക്കണം, വികസിത രാഷ്ട്രങ്ങളോട് കിടപിടിക്കാവുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ ഈ കൊച്ചുനാടെത്തണം. ഇങ്ങനെയൊരു പുതിയ കേരളം, നാം നേരത്തെ പറയുന്ന ഒരു നവകേരളം സൃഷ്ടിക്കാനാണ് LDF ശ്രമിക്കുന്നത്. ഈ കാര്യത്തിൽ ഇതേവരെയുള്ള എല്ലാ കാര്യങ്ങളിലും ഇത്രടം വരെ എത്തുന്നതിന് നാടും നാട്ടുകാരും വികസന പ്രവർത്തനങ്ങളിൽ, ജനക്ഷേമ കാര്യങ്ങളിൽ, ദുരന്തങ്ങൾ വന്നപ്പോൾ അതിനെ നേരിടുന്നതിൽ എല്ലാവരും, നാടും നാട്ടുകാരും പൂർണ്ണ ഐക്യത്തോടെയും ഒരുമയോടെയുമാണ് സർക്കാരിനോടൊപ്പം നിന്നത്, LDFിനോടൊപ്പം ചേർന്ന് നിന്നത്. ഇനി കൂടുതൽ നല്ല നിലയിലേക്ക് നമ്മുടെ നാടിനെ അഭിവൃദ്ധിപ്പെടുത്താൻ, ഉയരങ്ങളിലേക്ക് നാടിനെ എത്തിക്കാൻ ഈ നാടിൻ്റെ, നാട്ടുകാരുടെ പൂർണ്ണമായ സഹകരണവും പിന്തുണയും തുടർന്നും ഉണ്ടാകണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. അതിൻ്റെ ഭാഗമായി LDFിനോടൊപ്പം ചേർന്ന് നിൽക്കാൻ 3 പ്രധാന സാരഥികൾ ഇവിടുത്തെ 3 മണ്ഡലങ്ങളിൽ നിന്ന് നിയമസഭയിലേക്ക് എത്തേണ്ടതായിട്ടുണ്ട്. അമ്പലപ്പുഴയിൽ സഖാവ് H. സലാം, ആലപ്പുഴയിൽ സഖാവ് BP ചിത്തരഞ്ജൻ, കുട്ടനാട് ശ്രീ തോമസ് K. തോമസ്. ഇവരെ ഇതിൻ്റെ ഭാഗമായി മാറാൻ വലിയ ഭൂരിപക്ഷത്തോടെ നിയമസഭയിലേക്ക് അയക്കുക എന്നഭ്യർത്ഥിച്ചുകൊണ്ട്
മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാതെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യം. സമ്മേളനം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തും. സംസ്ഥാന തെരഞ്ഞെടുപ്പ് പര്യടന പരിപാടി തുടരുകയാണ്. ആലപ്പുഴയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രസംഗത്തിനു ശേഷം സ്ഥാനാർത്ഥികളും മറ്റുമായി മുഖ്യമന്ത്രി ഇപ്പോൾ സംസാരിക്കുകയാണ്. വലിയൊരു ജനക്കൂട്ടമാണ് മറ്റ് കേന്ദ്രങ്ങളിലേതെന്ന പോലെ തന്നെ ഇവിടെയും ആലപ്പുഴയിലും എത്തിച്ചേർന്നിട്ടുള്ളത്. മുഖ്യമന്ത്രിയെ കേൾക്കാൻ, അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ വിശദീകരണം കേൾക്കാൻ, ഭരണ നേട്ടങ്ങളെക്കുറിച്ച് മുഖ്യമന്ത്രി പറയുന്നത് കേൾക്കാൻ, അതുപോലെ തന്നെ ഭരണ തുടർച്ച എന്നതിൽ നിന്നുകൊണ്ട് എന്തൊക്കെയാണ് മുന്നോട്ട് വെക്കുന്നത് എന്നത് മുഖ്യമന്ത്രി തന്നെ പറയുന്നത് കേൾക്കാനൊക്കെ ആലപ്പുഴ പട്ടണത്തിൽ ചേർന്ന പൊതുയോഗത്തിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി സംസാരിച്ചതും അവിടെ നിന്നുള്ള ദൃശ്യങ്ങളുമാണ് കണ്ടത്. ഞങ്ങളുടെ പ്രതിനിധികൾ അവിടെ നിന്ന് തത്സമയ വിവരങ്ങളുമായി ചേരുകയും ചെയ്യും. മുഖ്യമന്ത്രിയുടെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് പര്യടന പരിപാടിയുടെ വ്യക്തമായ വിവരങ്ങൾ ഇങ്ങനെ നൽകി വരികയാണ്. ഇപ്പോൾ സാലി മുഹമ്മദ് അവിടെ നിന്ന് ചേരുന്നു. സാലി, ആലപ്പുഴയിലെത്തി സംസാരിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഊന്നൽ ഏതൊക്കെ വിഷയങ്ങളിലായിരുന്നു? മുഖ്യമന്ത്രി പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത് ഈ സർക്കാർ, പിണറായി സർക്കാർ നടപ്പിലാക്കിയ വികസന ജനക്ഷേമ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, അതെന്ത് ലക്ഷ്യമിട്ടാണ് അത്തരം ഒരു പദ്ധതി നടപ്പിലാക്കിയത് എന്ന് അദ്ദേഹം പറയായിരുന്നു. മുഖ്യമായും സാധാരണ ജനങ്ങളുടെ, ദരിദ്രരുടെ ഉന്നമനം ലക്ഷ്യമിട്ടും കേരളത്തിന്റെ ആകെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുമുള്ള പദ്ധതികളാണ് ഈ സർക്കാർ നടപ്പിലാക്കിയത്. ഇനി തുടർന്ന് വരുന്ന സർക്കാരിന്റെ ഭാഗമായി പ്രകടന പത്രിക, തുടർന്ന് വരുന്ന സർക്കാർ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ വിശദീകരിക്കുന്ന പ്രകടന പത്രികയും പുറത്തിറക്കിയിരുന്നു. അതിനെക്കുറിച്ച് മുഖ്യമന്ത്രി വിശദമായി തന്നെ പറഞ്ഞു. ഏതായാലും ആലപ്പുഴ ജില്ലയിലെ പര്യടനത്തിലെ ആദ്യ സ്വീകരണ കേന്ദ്രങ്ങൾ രണ്ടും പൂർത്തിയായിട്ടുണ്ട്. ആദ്യം അരൂരിലും തുടർന്ന് ആലപ്പുഴ നഗരത്തിലുമായിരുന്നു. ഇനി ഉച്ചയ്ക്ക് ശേഷം 3 കേന്ദ്രങ്ങൾ കൂടിയുണ്ട്. കായംകുളത്തും മാവേലിക്കരയിലും ചെങ്ങന്നൂരും. ആദ്യ സ്വീകരണ കേന്ദ്രങ്ങളിൽ തന്നെ വലിയ ജനക്കൂട്ടമാണ് മുഖ്യമന്ത്രിയെ കേൾക്കാനും മുഖ്യമന്ത്രിയെ കാണാനും ഒക്കെയായി എത്തിയത്. വലിയ തോതിൽ ആളുകൾ എത്തിയിരുന്നു. അരൂർ ചേർത്തല ക്ഷേത്രങ്ങളുടെ പൊതുസമ്മേളനമാണ് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തത്. ഞാനൊരു കാര്യം ചോദിച്ചോളട്ടെ. ഇപ്പോൾ ഇടുക്കിയിൽ, കോട്ടയത്ത്, ഇപ്പോൾ ആലപ്പുഴയിൽ, ഈ ജില്ലകളിലൊക്കെ മുഖ്യമന്ത്രിയുടെ ഈ തെരഞ്ഞെടുപ്പ് പര്യടന പരിപാടി റിപ്പോർട്ട് ചെയ്തൊരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ എത്രമാത്രം സ്വീകാര്യത, എത്രമാത്രം ജനപങ്കാളിത്തം മുഖ്യമന്ത്രി ഓരോ വേദി വിട്ടു പോകുമ്പോഴും, ഓരോ വേദിയിലൂടെ, ഓരോ പ്രദേശത്തുകൂടി കടന്നു പോകുമ്പോൾ എത്രമാത്രമാണ് ജനപങ്കാളിത്തം കാണാനായത്? നേരത്തെ ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മുൻപ് ഒരിക്കലും ഇടതുപക്ഷ മുന്നണിയുടെയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയോ പൊതുസമ്മേളന വേദികളിൽ കേൾക്കാനോ കാണാനോ എത്താറില്ലാതിരുന്ന ഒരു ജനവിഭാഗം പതിവിന് വിപരീതമായി പിണറായി വിജയനെ കാണാനും കേൾക്കാനും എത്തുന്നു എന്നുള്ളൊരു സവിശേഷമായ സാഹചര്യം ഈ തെരഞ്ഞെടുപ്പിലുണ്ട്. അതുകൊണ്ടുകൂടിയാണ് LDF ക്യാപ്റ്റൻ എന്ന പേരിൽ മുഖ്യമന്ത്രിയെ അവതരിപ്പിക്കുന്നതും അത് ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് തന്നെ നിഗമനത്തിലേക്ക് എത്തേണ്ടി വരും. വിശേഷിച്ചും മധ്യ കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ സ്വാധീനം അത്രമേലൊന്നും ഉണ്ട് എന്ന് പറയാൻ കഴിയാത്ത ചില ബെൽറ്റുകളിൽ പോലും വലിയ തോതിൽ ജനക്കൂട്ടം എത്തുന്നത് നമ്മൾ ഇന്നലെയും മിനിയാന്നും ഒക്കെയായി കണ്ടു. ഇന്നലെ കോട്ടയം ഒക്കെ പറയുമ്പോൾ നമുക്ക് വലതുപക്ഷം വലിയ അവരുടെ അവകാശവാദം ഉന്നയിക്കുന്ന, കോട്ടയായി അവകാശവാദം ഉന്നയിക്കുന്ന പ്രദേശങ്ങളാണ്. ആ പ്രദേശങ്ങളിലൊക്കെ വിശേഷിച്ചും പാലായിലും ഒക്കെ വലിയ തോതിൽ ആൾക്കൂട്ടം ഉണ്ടായിരുന്നു. പാലായിൽ കേരള കോൺഗ്രസിന്റെ ഒരു ശക്തി കേന്ദ്രം കൂടിയാണ്. ഇടതുമുന്നണിയുടെ പുതിയൊരു ഘടകകക്ഷിയാണ് കേരള കോൺഗ്രസ്. ആ മാണി വിഭാഗത്തിന്റെ പ്രവർത്തകരും വലിയ ആവേശത്തോടെ പിണറായി വിജയനെ കാണാനും അദ്ദേഹത്തിന്റെ പ്രസംഗം ശ്രവിക്കാനും എത്തി എന്നുള്ളൊരു വസ്തുതയാണ്. ചുരുക്കത്തിൽ പതിവില്ലാത്ത രീതിയിൽ മധ്യ കേരളത്തിൽ ഒരു പുതിയ വിഭാഗത്തെ അഡ്രസ് ചെയ്യാൻ മുഖ്യമന്ത്രിക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഈ സ്വീകരണ കേന്ദ്രങ്ങളിലേക്കൊക്കെ ഒഴുകിയെത്തുന്ന ഒരു പുതിയ ജനസഞ്ചയത്തെ, സാധാരണ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ വേദികളിൽ പ്രസംഗം കേൾക്കാൻ എത്താത്ത ഒരു പുതിയ ജനവിഭാഗത്തെ ആകർഷിക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിയുന്നുണ്ട് എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരും. അതാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം എല്ലാ സ്വീകരണ കേന്ദ്രങ്ങളിലും കണ്ട ജനസഞ്ചയം സൂചിപ്പിക്കുന്നത്. ഇനിയിപ്പോ ഉച്ചയ്ക്ക് ശേഷം ജില്ലയിൽ മറ്റ് കേന്ദ്രങ്ങളിലും മറ്റ് നിയോജക മണ്ഡലങ്ങളെ കേന്ദ്രീകരിച്ച് മുഖ്യമന്ത്രി പല കേന്ദ്രങ്ങളിൽ എത്തുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഇന്ന് ഉച്ചയ്ക്ക് 3, 4, 5, 3 മണിക്ക്, 4 മണിക്ക്, 5 മണിക്കുമായി 3 സ്വീകരണ കേന്ദ്രങ്ങളാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ആദ്യം കായംകുളത്തും തുടർന്ന് മാവേലിക്കരയിലും അവസാനം ഇന്നത്തെ സ്വീകരണ സമാപനം ചെങ്ങന്നൂരിലുമാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അവിടെയും സ്ഥാനാർത്ഥികളും LDFന്റെ മറ്റു നേതാക്കളും പങ്കെടുക്കുന്നുണ്ട്. ശരി
സാലി മുഹമ്മദാണ് ആലപ്പുഴയിൽ നിന്നും മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പര്യടന പരിപാടിയുടെ ഭാഗമായ വിവരങ്ങൾ ഇപ്പോൾ നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കൈരളി ന്യൂസ് ബ്രേക്കിംഗിലേക്ക് പോവുകയാണ്. രാവിലെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കൈരളി ന്യൂസ് കൊണ്ടുവന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത കെ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ടുള്ളതായിരുന്നു. വിവരാവകാശ രേഖകളുടെ സർവകലാശാല രേഖകളുടെ അടിസ്ഥാനത്തിൽ കെ സുരേന്ദ്രൻ നൽകിയ സത്യവാങ്മൂലത്തിലെ പിഴവുകളും വ്യാജമാണ് എന്നതുമായി ബന്ധപ്പെട്ടാണ് എങ്കിൽ അതിൻ്റെ വിശദാംശത്തിലേക്ക് പിന്നാലെ വരാം. ഇപ്പോൾ കെ എം ഷാജിയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് വീണ്ടും കൈരളി ന്യൂസ് ബ്രേക്ക് ചെയ്യുന്നത്. ആ രേഖകളാണ് ഇപ്പോൾ സ്ക്രീനിൽ പ്രേക്ഷകർക്ക് കാണാനാവുന്നത്. ഇതിനോടകം തന്നെ കേരളം ഏറെ ചർച്ച ചെയ്തതാണ് കെ എം ഷാജിയുമായി ബന്ധപ്പെട്ട അഴിമതി കേസുകൾ, വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദന കേസ്. അതിൻ്റെ അന്വേഷണം മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ വളരെ സുപ്രധാനമായ ഒരു വിവരമാണ് കൈരളി ന്യൂസ് പുറത്തുവിടുന്നത്. കെ എം ഷാജി 160% അനധികൃത സ്വത്ത് സമ്പാദിച്ചു എന്ന വിവരമാണ് പുറത്ത് വരുന്നത്. വിജിലൻസ് അന്വേഷണ റിപ്പോർട്ടിലാണ് വ്യക്തമായി ഈ വിവരം സൂചിപ്പിച്ചിട്ടുള്ളത്. ഏതാണ്ട് 2011 മുതൽ 2020 വരെയുള്ള കാലയളവിലെ വരുമാനത്തിലാണ് ഇത്രയും വർധനവ്. ഈ 2021 അഴീക്കോട്ട് അദ്ദേഹം വീണ്ടും മത്സരിക്കുന്നു. കഴിഞ്ഞ വർഷം 2020 വരെയുള്ള കണക്കുകൾ പ്രകാരമാണിത്. പി വി കുട്ടനാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്നും. കുട്ടൻ, വളരെ ഗൗരവമുള്ള വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് രേഖകളുടെ അടിസ്ഥാനത്തിൽ. ഏതെങ്കിലും ഊഹാപോഹമല്ല. രാവിലെ ആയാലും ഇപ്പോഴായാലും നമ്മൾ പുറത്തു കൊണ്ടുവരുന്ന ഓരോ വിവരങ്ങൾക്കും അടിസ്ഥാനം വ്യക്തമായ രേഖകളാണ്. നമ്മളുടെ വാർത്താ സംഘത്തിന്, കുട്ടനടക്കമുള്ള വാർത്താ സംഘത്തിന് കിട്ടിയ ഈ രേഖകൾ, അതിൽ പറയുന്ന ഷാജിയുടെ അനധികൃത സ്വത്ത് സമ്പാദനം സംബന്ധിച്ച വിവരണം എങ്ങനെയാണ്? ശരത്ത്, കെ എം ഷാജിക്ക് വരവിൽ കവിഞ്ഞ സ്വത്തുണ്ട് എന്നാണ് വിജിലൻസ് അന്വേഷണ സംഘം കോഴിക്കോട്ടെ വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ ഉള്ളത്. നമുക്കറിയാം, കെ എം ഷാജിയുടെ ഈ അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടം മുതലുള്ള വാർത്തകൾ കൈരളി ന്യൂസാണ് പുറത്തു കൊണ്ടുവന്നിരുന്നത്. അതിനെ തുടർന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം. പിന്നീട് വിജിലൻസ് കോഴിക്കോട് വിജിലൻസ് കോടതിയാണ് ഇതുമായി ബന്ധപ്പെട്ട് കേസ് അന്വേഷിക്കുന്നതിന് വേണ്ടി ഈ അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട പരാതി അന്വേഷിക്കുന്നതിന് വേണ്ടി കോഴിക്കോട് വിജിലൻസ് സംഘത്തെ ഏൽപ്പിച്ചത്. ആ അന്വേഷണത്തിന്റെ ഭാഗമായാണ് ഇപ്പോൾ റിപ്പോർട്ട്, കഴിഞ്ഞ ദിവസമാണ് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നത്. അതിന്റെ കോപ്പി ഇപ്പോൾ നമുക്ക് അന്വേഷണ സംഘം സമർപ്പിച്ച റിപ്പോർട്ട് ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിന്റെ വലിയ വിശദാംശങ്ങൾ ഓരോന്നായി പരിശോധിച്ച് അതിന് 50-ലധികം പേജുണ്ട് ഇതിനകത്ത്. ഇതിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് കെ എം ഷാജി വലിയ തോതിൽ അനധികൃത സ്വത്ത് സമ്പാദിച്ചു എന്നാണ് ഈ റിപ്പോർട്ടിനകത്ത് പറയുന്നത്. 160%-ലധികം അനധികൃത, അതായത് കറക്റ്റ് ഇവിടെ 166% എന്നാണ് വളരെ കൃത്യമായ തെളിവുകളുടെയും ഡാറ്റാസിന്റെയും അടിസ്ഥാനത്തിൽ ഈ റിപ്പോർട്ടിനകത്ത് പറയുന്നത്. 166% അനധികൃത സ്വത്ത് സമ്പാദിച്ചു എന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. 2011 മുതൽ 2020 വരെയുള്ള കാലയളവിലെ വരുമാനത്തിലാണ് ഇത്രയും വർധനവ്. വളരെ വിശദമായി കെ എം ഷാജിയുടെ വീട് നിർമ്മാണം, അതുപോലെ തന്നെ മറ്റ് വയനാടിലും കണ്ണൂരിലും ഉൾപ്പെടെയുള്ള ഭൂമി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് വളരെ വിശദമായ പരിശോധന വിജിലൻസ് സംഘം നടത്തിയിരുന്നു. വയനാട്ടിൽ ഉൾപ്പെടെ ദിവസങ്ങൾ നീണ്ട പരിശോധന വിജിലൻസ് സംഘം നടത്തി, അന്വേഷണ സംഘം നടത്തി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ റിപ്പോർട്ട് ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കെ എം ഷാജിക്കെതിരെ ഉടൻ തന്നെ FIR രജിസ്റ്റർ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പരാതിക്കാരനായ അഡ്വക്കേറ്റ് ഹരീഷ് കോടതിയെ ഇന്ന് സമീപിച്ചിട്ടുണ്ട്. അതിന്റെ തീരുമാനങ്ങൾ വരുന്നതേ ഉള്ളൂ. കാരണം ഈ കേസ് തുടർ നടപടി ക്രമങ്ങൾക്ക് വേണ്ടി അടുത്ത മാസത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. എന്നാൽ ഇതിന്റെ നടപടിക്രമങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നടപ്പിലാക്കണം, വളരെ പെട്ടെന്ന് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പരാതിക്കാരായ അഡ്വക്കേറ്റ് ഹരീഷ് കോഴിക്കോട് കോടതിയിൽ ഒരു ഹർജി നൽകിയിട്ടുമുണ്ട്. ശരത്ത്, ഇതിലെ കണക്കുകളിലേക്ക് കുട്ടനൊന്ന് പോയാൽ ഇതിൽ കെ എം ഷാജിയുടെ വരുമാനമായി കാണുന്നത് 88,57,452. അദ്ദേഹത്തിൻ്റെ ചെലവ് ഇനത്തിൽ കാണിച്ചിരിക്കുന്നത് 32,19,991. പക്ഷേ ഈ അന്വേഷണത്തിൽ ഈ സംഘം, വിജിലൻസ് സംഘം പറയുന്നത് എന്താണ്? ഏതാണ്ട് 2,36,548 രൂപയുടെ സ്വത്തുവകകൾ, അസറ്റ്സ്, ദ ടോട്ടൽ അസറ്റ്സ് ആൻഡ് എക്സ്പെൻഡിച്ചർ ടുഗദർ വുഡ് കം ടു എന്ന നിലയിൽ പറയുന്നുണ്ടല്ലോ. 2,36,548. അത് ഒരിക്കലും ഈ കെ എം ഷാജിയുടെ ഡിക്ലെയർ ചെയ്തിട്ടുള്ള വരുമാനവുമായി ഒരു തരത്തിലും പൊരുത്തപ്പെട്ടു പോരുന്നതല്ല എന്ന നിലയിലെ കണക്കുകളുമുണ്ടല്ലോ ഈ വിവരത്തിൽ. കുട്ടൻ, ശരത്ത്, വളരെ കൃത്യമാണ്. വിജിലൻസ് നമ്മൾ അതിന്റെ വളരെ പ്രധാനപ്പെട്ട ഈ സമർപ്പിച്ച റിപ്പോർട്ടിലെ വളരെ പ്രധാനപ്പെട്ട പേജുകൾ പരിശോധിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും വളരെ കൃത്യമായ ഡാറ്റാസിന്റെ അടിസ്ഥാനത്തിലാണ്, വളരെ കൃത്യമായ
ഫിഗേഴ്സിന്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് ഈ കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത്. നേരത്തെ ശരത്ത് സൂചിപ്പിച്ചതുപോലെ 88,57,452 രൂപയാണ് നിയമപ്രകാരം അദ്ദേഹത്തിന്റെ വരുമാനം. പക്ഷേ അദ്ദേഹത്തിന്റെ അസറ്റ് ഉൾപ്പെടെ ശരത്ത് പറഞ്ഞ പോലെ തന്നെ കോടിക്കണക്കിന് രൂപ 2,36,548 രൂപയാണ് അദ്ദേഹത്തിന്റെ അസറ്റ്. പക്ഷേ ഇത് എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. ഇത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 3.5 കോടിയിലധികം രൂപയാണ് അദ്ദേഹത്തിന്റെ വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി ചെലവാക്കിയതെന്നാണ് കോർപ്പറേഷൻ കണ്ടെത്തിയിരിക്കുന്നത്. ആ അസസ്മെന്റ് തന്നെയാണ് വിജിലൻസിന്റെ റിപ്പോർട്ടിനകത്തുള്ളത്. പക്ഷേ ഈ 3.5 കോടി രൂപ എവിടെ നിന്ന് ഷാജിക്ക് ലഭിച്ചു എന്നത് ദുരൂഹമാണ്. ഷാജി ആകെ 10 ലക്ഷം രൂപയുടെ ലോണാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഷാജിയുടെ വരുമാനവും ഷാജിയുടെ ഭാര്യയ്ക്ക് വരുമാനമില്ല എന്നാണ് അദ്ദേഹം ഈ നോമിനേഷൻ ഉൾപ്പെടെ സമർപ്പിക്കുന്ന ഘട്ടത്തിൽ സത്യവാങ്മൂലത്തിൽ ഉൾപ്പെടെ കാണിച്ചിരിക്കുന്നത്. ഷാജിയുടെ ഭാര്യയ്ക്ക് വരുമാനമില്ല എന്നാണ്. പക്ഷെ പിന്നീട് എങ്ങനെയാണ് ഇത്രയും തുക വീട് നിർമ്മിക്കാൻ ഇദ്ദേഹത്തിന് ലഭിച്ചു എന്നുൾപ്പെടുന്ന കാര്യങ്ങൾ വിജിലൻസ് ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ വയനാട്ടിലെ അനധികൃത സ്വത്തുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ ഈ റിപ്പോർട്ടിനകത്തുണ്ട്. അതിന്റെ ഓരോ പേജുകളായി പരിശോധിക്കുമ്പോഴാണ് ചരിത്ര കൂടുതൽ വിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ ഏറ്റവും പുതുതായി ലഭിച്ച വിവരങ്ങളാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് കുട്ടൻ 1,47,43,096 രൂപ ഇതാണ് അനധികൃത സ്വത്ത് സമ്പാദനം, വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനം എന്ന നിലയിൽ ഈ അന്വേഷണ റിപ്പോർട്ടിലൂടെ വിജിലൻസ് കണ്ടെത്തുന്നത്. അതാണ് ഈ പറഞ്ഞ തുകയാണ് ഏതാണ്ട് 166% വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനമാണ് നിയമസഭാ സാമാജികനായിരുന്ന മുസ്ലിം ലീഗിൻ്റെ നേതാവായിട്ടുള്ള KM ഷാജി സമ്പാദിച്ചിട്ടുള്ളത് ഈ കാലയളവിൽ എന്ന് പറയുന്നത്. ഈ കണ്ടെത്തലിൻ്റെ പശ്ചാത്തലത്തിൽ വിജിലൻസ് സംഘം സൂചിപ്പിക്കുന്നത് എന്താണ്? അവരുടെ ശുപാർശ എന്താണ്? കൂടുതലായ അന്വേഷണം ഇക്കാര്യത്തിൽ വേണ്ടതുണ്ട്. ആ നിലയിൽ അന്വേഷണം മുന്നോട്ട് പോകേണ്ടതുണ്ടോ? എന്താണ് വിജിലൻസിൻ്റെ നിഗമനം? ശരത്ത് ഇതിനകത്ത് വിജിലൻസ് കണ്ടെത്തിയിരുന്നു. വിജിലൻസ് അന്വേഷണ ഉദ്യോഗസ്ഥരൊക്കെ ഇത് വളരെ രഹസ്യമായിട്ടാണ് അവർ അന്വേഷണം നടത്തുമെങ്കിൽ പോലും നമുക്ക് ചില കേന്ദ്രങ്ങളിൽ നിന്ന് വളരെ ക്രെഡിബിളായി ലഭിച്ച വിവരങ്ങൾ പ്രകാരം ഇത്തരമൊരു റിപ്പോർട്ടിനകത്ത് വിവരങ്ങളൊക്കെ ഉണ്ടെന്ന് നേരത്തെ തന്നെ അറിയാമായിരുന്നു. പക്ഷെ കോടതിയിൽ സീൽ വെച്ച കവറിലാണ് ഇത് നൽകിയിരിക്കുന്നത്. പിന്നീട് കൃത്യമായ നിയമ വഴി തന്നെയാണ് നമുക്കിപ്പോൾ ഈ റിപ്പോർട്ടിന്റെ കോപ്പി ലഭിച്ചിരിക്കുന്നതും. ഇത് സ്വാഭാവികമായും KM ഷാജിക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യും എന്ന് തീർച്ചയാണ്. കാരണം ഷാജിയുടെ അനധികൃത സ്വത്ത് സമ്പാദനം, ഈ വീട് നിർമ്മാണത്തിൽ നടത്തിയ ക്രമക്കേടുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടിയാണ് വിജിലൻസ് കോടതി കോഴിക്കോട് വിജിലൻസ് യൂണിറ്റോട് ആവശ്യപ്പെട്ടത്. ഇപ്പോൾ അത് സ്ഥിരീകരിച്ചുകൊണ്ട്, അതായത് ഈ പറയുന്ന പരാതിക്കാരൻ ഉന്നയിച്ച കാര്യങ്ങളൊക്കെ അതുപോലെ നമ്മുടെയൊക്കെ വാർത്തകളിൽ നൽകിയ കാര്യങ്ങളൊക്കെ സ്ഥിരീകരിച്ചുകൊണ്ട് തന്നെയാണ് വിജിലൻസ് അന്വേഷണ സംഘം, വിജിലൻസ് SP ആണ് ഈ അന്വേഷണത്തിന് നേതൃത്വം നൽകിയത്. വിജിലൻസ് നൽകിയ റിപ്പോർട്ടിനകത്ത് ഈ അനധികൃത സ്വത്ത് സമ്പാദനം സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അതും ചെറുതല്ല, വലിയ, അതായത് 100%-ലധികം ഒരു നിയമസഭാ സാമാജിക, ഒരു ജനപ്രതിനിധി വലിയ കോടിക്കണക്കിന് രൂപയുടെ അനധികൃത സ്വത്ത് സമ്പാദിച്ചു എന്നുള്ള റിപ്പോർട്ടാണ് സമർപ്പിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഷാജിക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യേണ്ടി വരും. അത് എപ്പോഴാണ് എന്ന് മാത്രമേ നമുക്കിപ്പോൾ അറിയേണ്ടതുള്ളൂ. കുട്ടൻ, വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. KM ഷാജിയുടെ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദന കേസിൽ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് കോടതിക്ക് മുമ്പാകെ വന്നിരിക്കുന്നു. അതിലാണ് 166%, 1.5 കോടിയോളം രൂപയുടെ ഈ പറഞ്ഞ വിധത്തിലുള്ള വിവരങ്ങൾ അതിൽ അടങ്ങിയിട്ടുള്ളത്. ആ നിലയിലുള്ള 1,47,00,000 രൂപയുടെ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനം ഷാജിയുടെ വരുമാനവുമായി തട്ടിച്ചു നോക്കുമ്പോൾ സംഭവിച്ചിരിക്കുന്നു. 166% അധിക സ്വത്ത് സമ്പാദനമാണ് സംഭവിച്ചിട്ടുള്ളത്. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് അങ്ങനെയാണ്. കൂടുതൽ അന്വേഷണത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചുമൊക്കെ ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കുട്ടനാണ് വിശദാംശങ്ങൾ ഇപ്പോൾ ഇക്കാര്യത്തിൽ നൽകിയത്. KM ഷാജി ഇപ്പോൾ അഴീക്കോട് UDFൻ്റെ സ്ഥാനാർത്ഥിയായി വീണ്ടും ജനവിധി തേടുകയുമാണ്. ഇടവേളയിലേക്ക്. മിഡ് ഡേ ന്യൂസ് തുടരുകയാണ്. പല സമയത്തും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും സർക്കാരിൻ്റെയും നല്ല നടപടികളെ പിന്തുണച്ചുകൊണ്ട് രാജഗോപാൽ രാഷ്ട്രീയത്തിന് അതീതമായി സംസാരിച്ചിട്ടുണ്ട്. വീണ്ടും അദ്ദേഹം ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സവിശേഷമായ സാഹചര്യത്തിൽ സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും വീണ്ടും പ്രശംസിക്കുന്നത്. പിണറായി ലക്ഷ്യബോധമുള്ള നേതാവാണ്. ഈ തെരഞ്ഞെടുപ്പിൽ LDFനാണ് മുൻതൂക്കം. കേരളത്തിൽ BJP വളരാത്തതിന് കാരണം ഉയർന്ന സാക്ഷരതയാണ് എന്നും രാജഗോപാൽ പറയുന്നു. സത്യം പറയാൻ തനിക്ക് രാഷ്ട്രീയം തടസ്സമല്ലെന്നും രാജഗോപാൽ ആ അഭിമുഖത്തിൽ പറയുന്നു. കോൺഗ്രസ് മുങ്ങുന്ന കപ്പലാണെന്നും രാജഗോപാൽ സൂചിപ്പിക്കുന്നു. പ്രമുഖ ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് രാജഗോപാലിൻ്റെ ഈ തുറന്നു പറച്ചിൽ. ചില കാര്യങ്ങളെ സത്യസന്ധമായി വിലയിരുത്തണമെന്നും കൺമുന്നിലുള്ള ചിലത് നിഷേധിക്കാനാവില്ലെന്നുമുള്ള ആമുഖത്തോടെയാണ് രാജഗോപാൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രശംസിച്ച് വീണ്ടും രംഗത്തെത്തിയത്. പിണറായി പ്രതിസന്ധികളെ തരണം ചെയ്യാൻ കരുത്തുള്ള നേതാവാണ്.
വളരെ കുറച്ചു മാത്രം സംസാരിക്കുകയും അതേസമയം മുന്നിലുള്ള ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിനായി പരിശ്രമിക്കുന്നയാളാണ് മുഖ്യമന്ത്രിയെന്നും ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ രാജഗോപാൽ പറയുന്നു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേതുപോലെ എന്തുകൊണ്ടാണ് കേരളത്തിൽ BJPക്ക് സ്വാധീനമുണ്ടാക്കാൻ സാധിക്കാത്തതെന്നുള്ള ചോദ്യത്തിന് 90% സാക്ഷരത നേടിയ സംസ്ഥാനമാണ് കേരളമെന്നായിരുന്നു രാജഗോപാലിന്റെ മറുപടി. മലയാളികൾ ചിന്താശേഷിയുള്ളവരാണ്. കാര്യങ്ങളെ വസ്തുനിഷ്ഠമായി വിലയിരുത്താനറിയാം. ഇതാണ് തങ്ങളുടെ പാർട്ടിക്ക് ഇവിടെ വളർച്ചയുണ്ടാകാത്തതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിൽ ഇടതുപക്ഷത്തിന് തുടർഭരണത്തിന് സാധ്യതയുണ്ടെന്നും കാര്യങ്ങളെ വിലയിരുത്തുമ്പോൾ അങ്ങനെയൊരു ധാരണ ജനങ്ങൾക്കിടയിൽ രൂപപ്പെട്ടിട്ടുണ്ടെന്നും രാജഗോപാൽ അഭിമുഖത്തിൽ പറയുന്നു. എന്തായാലും സർക്കാരിനെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന BJP നേതാക്കൾക്ക് കനത്ത തിരിച്ചടിയായിരിക്കുകയാണ് രാജഗോപാലിന്റെ പരാമർശം. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്. ഒട്ടേറെ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് വാർത്തകൾ പിറകെ വരികയാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊക്കെ നമ്മൾക്ക് പോകാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. തെരഞ്ഞെടുപ്പിൽ വോട്ട് അഭ്യർത്ഥിച്ചു പോകുന്ന PC ജോർജ് അദ്ദേഹത്തിൻ്റെ പതിവ് ശൈലിയിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. വോട്ടർമാരെ ഒരർത്ഥത്തിൽ വെല്ലുവിളിക്കാൻ പോലും PC ജോർജ് തയ്യാറാകുന്നുണ്ട്. സൗകര്യമുണ്ടെങ്കിൽ വോട്ട് ചെയ്താൽ മതിയെന്ന് വോട്ടർമാരോട് പറയാനും PC ജോർജിന് ഒരു മടിയുമില്ല. വോട്ടർമാർക്ക് നേരെ അസഭ്യവർഷം നടത്തിക്കൊണ്ടായിരുന്നു PC ജോർജിൻ്റെ ഈ വെല്ലുവിളി. എൻ്റെ ചിഹ്നം തൊപ്പിയാണ്. നിങ്ങൾക്ക് സൗകര്യമുള്ളവർ തൊപ്പിയിൽ വോട്ട് ചെയ്യാം. വോട്ട് ചെയ്തില്ലെങ്കിലും എനിക്ക് വിരോധമില്ല. മനസ്സിലായല്ലോ? 5-ാം നമ്പറാണ്. അതുകൊണ്ട് വോട്ട് ചെയ്യണം. നിന്നെയൊക്കെ വീട്ടിൽ ഇങ്ങനെയാണ് കാരണന്മാർ പഠിപ്പിച്ചു വിടുന്നത് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. സ്വല്പം മാന്യത പഠിപ്പിച്ചു വിടുന്നത് ഞാൻ ഓർത്തത്. കാരണന്മാർ നന്നായാലും മക്കൾ നന്നാവും. അതിനുവേണ്ടി ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യാം നിന്നെയൊക്കെ നന്നാകാൻ വേണ്ടി. വേറെ ഒന്നും പറയുന്നില്ല. മനസ്സിലായോ? സൗകര്യം ഉണ്ടെങ്കിൽ നീ വോട്ട് ചെയ്താൽ മതി. മനസ്സിലായില്ല? ഇതാണ് രാഷ്ട്രീയം. ഇവിടെ ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചോദിക്കാൻ അവകാശമില്ല. ഇലക്ഷൻ കമ്മീഷനിൽ പരാതി കൊടുത്താൽ നീയൊക്കെ ജയിലിൽ പോയി കിടക്കും. തിരക്ക് മനസ്സിലായോ? എൻ്റെ മര്യാദ കൊണ്ട് അത് ചെയ്യാത്ത. മനസ്സിലായോ? വർത്താനം പറയുന്നു. എന്നെയാ പേടിപ്പിക്കുന്നത്. ഞാൻ ഈരാറ്റുപേട്ട ജനിച്ചു വളർന്നവനാടാ. ഞാൻ എവിടെ പോകാനാ? ഈരാറ്റുപേട്ടയിൽ ജനിച്ചു വളർന്ന് ഞാൻ എവിടെ പോകാനാടാ? ഇവിടെ തന്നെ കിടക്കും. മനസ്സിലായോ? നീ എന്താ ആര് നേരെ പറഞ്ഞാൽ ഓടുന്നവനല്ല ഞാൻ. ആര് പോയാൽ ഓടുന്നവനല്ല ഞാൻ. ഇതിന് മുമ്പ് കൂടിയിട്ടുണ്ട്. മനസ്സിലായോ? ഇങ്ങനെ തന്നെ പോവും. മനസ്സിലാക്കിയോ? പിന്നെ വർത്താനം പറയുന്നു. മാര്യ ഓടാവുന്നു. നീ ആരെ പേടിപ്പിക്കാൻ വേണ്ടി വർത്താനം പറയുന്നു. അപ്പോ നല്ലവരായി നിങ്ങൾ സന്മനസ്സുള്ളവർ എനിക്ക് വോട്ട് ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. അതാണ് PC ജോർജ്. പറയാനുള്ളതെല്ലാം കണക്ക് തീർത്ത് പറഞ്ഞു. ഏറ്റവും ഒടുവിൽ അവരോട് തന്നെ വോട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. PC ജോർജ് അങ്ങനെ മുന്നേറുകയാണ് പൂഞ്ഞാറിൽ. ഈ വിധമൊക്കെ ഏത് നിലയ്ക്കും വോട്ടർമാരെ കൈകാര്യം ചെയ്യാനും നേരിടാനും PC ജോർജിന് ഒരു മടിയുമില്ല എന്ന് തെളിയിക്കുന്നതാണ് ഈ പുറത്തു വന്ന വീഡിയോ, അതിലെ ദൃശ്യങ്ങൾ, അതിലെ അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങൾ. ഇനി നമ്മൾ ഇടവേള. അല്പം മുമ്പാണ് കൈരളി ന്യൂസ് KM ഷാജിയുടെ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദന കേസിലെ ചില സുപ്രധാന വിവരങ്ങൾ പുറത്തുവിട്ടത്. വരവിൽ കവിഞ്ഞ സ്വത്ത് KM ഷാജി സമ്പാദിച്ചിട്ടുണ്ട് എന്ന് വിജിലൻസ് അന്വേഷണ റിപ്പോർട്ട് പറയുന്നു. ആ റിപ്പോർട്ടിൻ്റെ പകർപ്പാണ്, അതിൻ്റെ വിശദാംശങ്ങളാണ് കൈരളി ന്യൂസ് വാർത്തയായി പ്രേക്ഷകർക്ക് മുൻപിലേക്ക് എത്തിച്ചത്. KM ഷാജി ഏതാണ്ട് 166% അനധികൃത സ്വത്ത് സമ്പാദിച്ചു എന്നാണ് കണ്ടെത്തൽ. 2011 മുതൽ 2020 വരെയുള്ള കാലയളവിലെ വരുമാനത്തിലാണ് ഇത്രയും അധികം വർധനവ് ഉണ്ടായിട്ടുള്ളത്. അന്വേഷണ റിപ്പോർട്ട് കൈരളി ന്യൂസിന് ലഭിക്കുകയായിരുന്നു. വിവരങ്ങളുമായി PV കുട്ടൻ ചേരുന്നു. കുട്ടൻ, നമ്മൾ മുമ്പ് കൊണ്ടുവന്ന വിവരത്തിനോടൊപ്പം കൂട്ടിച്ചേർക്കാവുന്ന പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? 166%, അതായത് ഡിക്ലെയർ ചെയ്തിട്ടുള്ള നിയമപരമായ വരുമാനത്തിൽ നിന്നും സമ്പാദിക്കാൻ കഴിയുന്നതിൻ്റെ 166% അധികം ഷാജി സ്വത്ത് സമ്പാദനം നടത്തിയിട്ടുണ്ടല്ലോ. അതാണല്ലോ അനധികൃത സ്വത്തായി കണക്കാക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ശരത്ത്, 52 പേജുള്ള വളരെ വിശദമായ റിപ്പോർട്ടാണ് അന്വേഷണ സംഘം കോഴിക്കോട് വിജിലൻസ് കോടതി മുമ്പാകെ സമർപ്പിച്ചിരിക്കുന്നത്. ഈ റിപ്പോർട്ടിന്റെ പകർപ്പ് കൈരളി ന്യൂസിന് ലഭിച്ചിട്ടുണ്ട്. ശരത്ത് സൂചിപ്പിച്ചതുപോലെ 160%, അതായത് 166% അനധികൃത സ്വത്ത് സമ്പാദിച്ചു എന്നുള്ള ഞെട്ടിക്കുന്ന വിവരമാണ് ഈ റിപ്പോർട്ടിനകത്തുള്ളത്, വിജിലൻസ് അന്വേഷണ റിപ്പോർട്ടിനകത്തുള്ളത്. 2011 മുതൽ 2020 വരെയുള്ള കാലയളവിലെ വരുമാനത്തിലാണ് ഇത്രയും വർധനവ് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത് കൃത്യമായ ഡേറ്റ് വെച്ച് പറഞ്ഞാൽ 2011 മുതൽ 2020 വരെയുള്ള കാലയളവിൽ 88,57,452 രൂപയാണ് വരുമാനം. പക്ഷേ ഈ ഘട്ടത്തിൽ 2,03,80,557 കോടി രൂപയുടെ സമ്പാദ്യം ഈ ഘട്ടത്തിൽ ഉണ്ടായെന്നാണ് ഈ റിപ്പോർട്ടിനകത്ത് പറയുന്നത്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട 2 റെക്കമെൻഡേഷൻ റിപ്പോർട്ടിനകത്തുണ്ട്. ഒന്ന്,
ഇത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഈ അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് KM ഷാജിക്കെതിരെ കേസെടുക്കണം എന്ന് ഈ അന്വേഷണ സംഘം റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ അന്വേഷണം നടത്തണം, ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടത്തണം. അപ്പോൾ വലിയ തോതിലുള്ള അനധികൃത സ്വത്ത് സമ്പാദനം സംബന്ധിച്ച വിശദമായ വിവരങ്ങൾ ലഭ്യമാകും എന്നും റിപ്പോർട്ടിനകത്ത് പറയുന്നു. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിനകത്ത് 26 സാക്ഷികളെ ഇതുമായി ബന്ധപ്പെട്ട് 26 സാക്ഷികളെ ഈ കാലയളവിനുള്ളിൽ വിജിലൻസ് സംഘം ചോദ്യം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വിവിധ ഇടങ്ങളിലെ സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് 19 ആധാരങ്ങൾ സംഘം പരിശോധിച്ചു. അതുപോലെ ഷാജി ഈ കാലയളവിൽ 28 തവണ വിദേശ യാത്രകൾ നടത്തിയിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങളും വിജിലൻസ് സംഘം ശേഖരിച്ചിട്ടുണ്ട്. ശരത്ത്. ശരി, PV കുട്ടനാണ് വിശദാംശങ്ങൾ ഇപ്പോൾ നൽകിയിട്ടുള്ളത്. KM ഷാജിയെ സംബന്ധിച്ച്, മുസ്ലിം ലീഗിനെ സംബന്ധിച്ച്, അതുപോലെ പൊതുവിൽ UDF-നെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കൂടുതൽ പ്രതിബന്ധമായി തീരുന്ന വിവരങ്ങളും രേഖകളുമാണ് ഇപ്പോൾ പൊതുസമൂഹത്തിന് മുമ്പാകെ വന്നുകൊണ്ടിരിക്കുന്നത്. ഷാജിയുടെ അനധികൃത സ്വത്ത് സമ്പാദനത്തിൻ്റെ തോത് എത്ര കോടിയുടെ അനധികൃത സ്വത്ത് സമ്പാദനമാണ് KM ഷാജി നടത്തിയിട്ടുള്ളത് എന്ന് വിജിലൻസ് കണ്ടെത്തി കഴിഞ്ഞു. ആ കണ്ടെത്തലിൻ്റെ രേഖകളാണ് കൈരളി ന്യൂസ് പുറത്തു കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിൻ്റെ തുടർ അന്വേഷണങ്ങൾ, കൂടുതൽ അന്വേഷണങ്ങൾ ഉണ്ടാവണം എന്ന് കോടതിയോട് വിജിലൻസ് പറയുന്ന സാഹചര്യം. ആ നിലയ്ക്ക് ഷാജിയുടെ അഴിമതിയുടെയും അനധികൃത സ്വത്ത് സമ്പാദനത്തിൻ്റെയും പുതിയ വിവരങ്ങളാണ് ഈ രേഖകളിലൂടെ കൈരളി ന്യൂസ് പങ്കുവച്ചതിൻ്റെ വിശദാംശങ്ങളാണ് PV കുട്ടൻ ഇപ്പോൾ പുറത്തുവിട്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് രാവിലെ ഞങ്ങൾ പുറത്തുവിട്ടതാണ്. K. സുരേന്ദ്രൻ തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ നൽകിയത് തെറ്റായ വിവരങ്ങളാണെന്ന് രേഖകൾ. ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുടെ സ്ഥാനത്ത് കാട്ടിയത് വ്യാജ വിദ്യാഭ്യാസ യോഗ്യത. ഗുരുവായൂരപ്പൻ കോളേജിൽ നിന്നും 1987-90 ബാച്ചിൽ സയൻസ് ബിരുദം നേടിയെന്നാണ് തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ K. സുരേന്ദ്രൻ കാണിച്ചിരിക്കുന്നത്. എന്നാൽ സുരേന്ദ്രൻ 87-90 ബാച്ചിൽ പരീക്ഷ പാസ്സായിട്ടില്ല എന്നാണ് സർവകലാശാല രേഖകൾ പറയുന്നത്. നേരത്തെ മഞ്ചേശ്വരത്തും ഇതേ വിവരങ്ങളാണ് K. സുരേന്ദ്രൻ നൽകിയിരുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരത്തും കോന്നിയിലും മത്സരിക്കുന്ന BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് തെറ്റായ വിവരങ്ങൾ കാണിച്ചിരിക്കുന്നത്. ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത കാണിക്കേണ്ടിടത്ത് BSc എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കോഴിക്കോട് ഗുരുവായൂരപ്പൻ കോളേജിൽ നിന്നും 1987-90 ബാച്ചിൽ BSc പാസ്സായി എന്നാണ് നോട്ടറി അറ്റസ്റ്റ് ചെയ്ത സത്യവാങ്മൂലത്തിൽ കാണിച്ചിരിക്കുന്നത്. എന്നാൽ ഗുരുവായൂരപ്പൻ കോളേജിലെ BSc കെമിസ്ട്രി വിദ്യാർത്ഥിയായിരുന്ന K. സുരേന്ദ്രൻ 1987-90 ബാച്ചിൽ പരീക്ഷ പാസ്സായിട്ടില്ലെന്നാണ് രേഖകൾ വ്യക്തമാക്കുന്നത്. കാലിക്കറ്റ് സർവകലാശാലയിലെ പരീക്ഷാഭവൻ രേഖകൾ കൈരളി ന്യൂസ് പുറത്തുവിട്ടു. 94-212 രജിസ്ട്രേഷൻ നമ്പറുള്ള സുരേന്ദ്രൻ K. പരീക്ഷയിൽ പരാജയപ്പെട്ടവരുടെ പട്ടികയിലാണുള്ളതെന്ന് വിവരാവകാശ രേഖ തെളിയിക്കുന്നു. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ആൻഡ് ഡെപ്യൂട്ടി രജിസ്ട്രാറാണ് വിവരാവകാശ വഴിയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരത്ത് മത്സരിക്കുമ്പോഴും സുരേന്ദ്രൻ ഈ വിവരങ്ങൾ തന്നെയാണ് സത്യവാങ്മൂലത്തിൽ നൽകിയത്. രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് തെറ്റായ വിവരങ്ങൾ നൽകിയിരിക്കുന്നത്. ഇത് ഗുരുതരമായ നിയമപ്രശ്നങ്ങൾക്കിടയാക്കുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. കോഴിക്കോട് നിന്നും PV കുട്ടൻ. ഇന്ത്യയുടെ ജനാധിപത്യവും മതേതരത്വവും നിലനിൽക്കാൻ LDF വീണ്ടും ഭരണത്തിൽ വരണമെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. പ്രകടന പത്രികയിൽ പറഞ്ഞത് നടപ്പാക്കിയ ഇന്ത്യയിലെ ഏക സർക്കാർ കേരളത്തിലേതാണ്. ഭരണ തുടർച്ചയിലൂടെ കേരളം ചരിത്രം കുറിക്കുമെന്നും സീതാറാം യെച്ചൂരി നീലേശ്വരത്ത് പൊതുയോഗത്തിൽ പറഞ്ഞു. Re-elect the LDF government not because it's led by my party, the Communist Party of India, Marxist, or that the LDF is important for the future of Kerala and the future of the people of Kerala. But I'm also asking you to re-elect for the sake of India and for the sake of the Indian Constitution, the Indian Republic, and for the sake of a secular democratic foundations. That is what we all of us call ourselves as India. That is under severe threat today. That is being dismantled by those very forces who control the government at Delhi, the central government. So defeating them with alternative policies, not merely defeating them, but with the alternative policies that will strengthen India and the Indian people's future. That is why victory of the LDF is most important, not only for Kerala, not only for you, not only for our children, but for India as a whole. And that is the historic responsibility all of you have today. And that is why what the LDF government had promised you 5 years ago, out of the 600 various tasks that they pledged before you, that we will fulfill them, I am told more than 580 have already been fulfilled. Now in this manifesto, this is a record. Nobody else in the country can claim such a record.
ഇപ്പോൾ വിശദാംശങ്ങളുമായി കാസർഗോഡ് നിന്ന് സണ്ണി ജോസഫ് ചേരുകയാണ്. സണ്ണി, ഇതിൽ ദേശീയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ചരിത്രപരമായൊരു വലിയ ഉത്തരവാദിത്വത്തിൻ്റെയും സാഹചര്യത്തിൽ കേരള ജനത എത്തി നിൽക്കുന്നു. ഭരണ തുടർച്ചയ്ക്ക് ഒരു വലിയ സാധ്യത കേരളത്തിൽ നിൽക്കുകയാണ്. ആ ചരിത്രപരമായ ബാധ്യതയാണ്, ഉത്തരവാദിത്വമാണ് വോട്ടർമാർക്ക് മുമ്പിൽ എന്നാണോ യെച്ചൂരി വിശദീകരിച്ചത്? ശരത്ത്, കേരളത്തിലെ LDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായി കേരളത്തിൽ എത്തിയതാണ് സീതാറാം യെച്ചൂരി. ഇന്ന് അദ്ദേഹം രാവിലെ 11:30 മണിയോടുകൂടിയാണ് കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്ത് LDFന്റെ വമ്പിച്ച ഒരു പൊതുയോഗത്തെ അഭിസംബോധന ചെയ്തത്. അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് പ്രസംഗത്തിന്റെ അവസാന ഭാഗത്ത് കൺക്ലൂഡ് ചെയ്തുകൊണ്ട് എടുത്തു പറഞ്ഞൊരു കാര്യവും ശ്രദ്ധയിൽ എടുത്തു പറയേണ്ടതുണ്ട്. അത് 57-ൽ EMS ജയിച്ചു വന്ന ആദ്യത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ജയിച്ചു വന്ന നീലേശ്വരത്ത്, അന്നത്തെ ദ്വയാംഗ മണ്ഡലം, അവിടെ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. 57-ൽ കേരളം ഇന്ത്യക്ക് മാതൃകയായി, ലോകത്തിന് മാതൃകയായി തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാർ എന്ന നിലയിൽ നയിച്ച മുഖ്യമന്ത്രി EMS, അങ്ങനെയുള്ള ഒരു പാരമ്പര്യവും ചരിത്രവുമുള്ള കേരളത്തിലെ ജനത ഒരു തുടർഭരണത്തിന്, LDFന്റെ തുടർഭരണത്തിലൂടെ ചരിത്രം സൃഷ്ടിക്കണം. അതിന്റെ അനിവാര്യത എന്ന് പറയുന്നത് ഇന്ത്യ വലിയൊരു പ്രതിസന്ധിയിലും ഭീഷണിയിലും നിലനിൽക്കുകയാണ്. രാജ്യത്തിന്റെ ഭരണഘടന അപകടത്തിലേക്ക് നീങ്ങുന്നു. രാജ്യത്തെ ഏക സംസ്കാരത്തിലേക്ക് കൊണ്ടുപോകാൻ BJP ശ്രമിക്കുന്നു. വൈവിധ്യ സംസ്കാരങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. ചരിത്രത്തെ മാറ്റി എഴുതുന്നു. പുരാണങ്ങൾ പഠിക്കുവാൻ ആവശ്യപ്പെടുന്നു. ആ നിലയിൽ അത്യന്തം ഗൗരവതരമായ രീതിയിലേക്ക് രാജ്യത്തെ വിൽക്കുന്ന നിലയിലേക്ക്, കോർപ്പറേറ്റുകൾക്ക് വിൽക്കുന്ന നിലയിലേക്ക് മോദി സർക്കാർ രാജ്യത്തെ കൊണ്ടുപോവുകയാണ്. BJP വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. ഈ ഒരു ഗുരുതരമായൊരു സ്ഥിതിവിശേഷത്തിൽ അതിനെതിരായുള്ള ബദൽ രാഷ്ട്രീയവും ബദൽ സാമ്പത്തിക നയവും നടപ്പാക്കുന്ന ഏക ഭരണകൂടം രാജ്യത്ത് അത് LDFന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാരാണ്. പിണറായി വിജയൻ നേതൃത്വത്തിലുള്ള സർക്കാരാണ്. കഴിഞ്ഞ പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്ത് 600-ൽ 580 വാഗ്ദാനങ്ങൾ നടപ്പാക്കി ഇന്ത്യയിൽ ചരിത്രം കുറിച്ച ഒരു സർക്കാരാണ്. പ്രതിസന്ധികളിൽ ജനങ്ങളെ കൂടെ നിർത്തി അവരെ സഹായിക്കുകയും അവരെ രക്ഷിച്ചെടുക്കുകയും ചെയ്ത സർക്കാരാണ്. ഇവിടെ പൊതുമേഖലയെ സംരക്ഷിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ പൊതുമേഖലയെ വിൽക്കുന്നു. കോർപ്പറേറ്റുകൾക്ക് മുമ്പിൽ ജോലിക്ക് വേണ്ടി ഇവിടുത്തെ ചെറുപ്പക്കാർ കാത്തു നിൽക്കേണ്ട സ്ഥിതിവിശേഷം ഉണ്ടാകും. അതുകൊണ്ട് രാജ്യത്തെ മാതൃകയായി വീണ്ടും ഈ തെരഞ്ഞെടുപ്പിൽ LDFനെ അധികാരത്തിൽ എത്തിക്കണം എന്നാണ് സീതാറാം യെച്ചൂരി പ്രസംഗിച്ചതിന്റെ സംക്ഷിപ്തമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുക. ശരത്, BJP സ്ഥാനാർത്ഥികളുടെ പത്രിക തള്ളിയത് UDF BJP ഒത്തുകളിയുടെ ഭാഗമായാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പത്രിക സമർപ്പണത്തിൽ അവധാനത കുറവുണ്ടായി എന്നത് അവിശ്വസനീയമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പര്യടനത്തിന്റെ ഭാഗമായി ആലപ്പുഴയിലെ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമൂഹത്തിലുണ്ടാകേണ്ട മാറ്റം അടുക്കളയിൽ നിന്നും തുടങ്ങാനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഇതിനായി ഒട്ടേറെ പദ്ധതികളാണ് LDF തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്നും അവ വാഗ്ദാനങ്ങളല്ല, സർക്കാർ നൽകുന്ന ഉറപ്പാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ചില മണ്ഡലങ്ങളിൽ BJP സ്ഥാനാർത്ഥികളില്ലാതെ പോയത് പ്രാദേശിക വോട്ടുകൾ കോൺഗ്രസിന് മറിച്ചു നൽകുന്നതിന് വേണ്ടിയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. NSS എല്ലാ കാലത്തും സമദൂരമാണ്, ചിലപ്പോൾ മാത്രമാണ് ശരിദൂരം സ്വീകരിച്ചിട്ടുള്ളത്. വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് വസ്തുതാപരമല്ലെങ്കിൽ വിമർശനങ്ങൾ സ്വീകരിക്കേണ്ടവർ അത് ഏറ്റെടുക്കില്ലെന്ന് വിമർശനം ഉന്നയിക്കുന്നവർ മനസ്സിലാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പ് രംഗത്ത് ഈ സ്ഥാനാർത്ഥി തള്ളിപ്പോകത്തക്ക നിലയിലൊരു അവധാനതക്കുറവ് ആണ് സംഭവിച്ചത് എന്ന് ആളുകൾക്ക് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. കാരണം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാഥമിക കാര്യങ്ങൾ അറിയാവുന്നവർക്കെല്ലാം അറിയാം. അപ്പം അത് കൃത്യമായി നിറവേറ്റാതിരുന്നത് കൃത്യമായി ആ കാര്യങ്ങൾ എന്തോ സംഭവിക്കണമെന്ന ധാരണ വെച്ചു തന്നെ നീങ്ങിയതിൻ്റെ ഭാഗമായിട്ടാണ്. ഇതിൽ പ്രത്യേകമായിട്ടുള്ള ചില അജണ്ടകൾ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കാണണം. ഈ മണ്ഡലങ്ങളിലെ ഇപ്പോൾ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ നോക്കിയാലും അവർ സ്വീകരിച്ചിട്ടുള്ള പരസ്യമായ പൊതു അടയാളങ്ങൾ നോക്കിയാലും ചിത്രം വ്യക്തമാവും. അപ്പോൾ UDFന് വേണ്ടിയുള്ള ഒരു ഒത്തുകളി ഇതിന്റെ ഭാഗമായി നടന്നിട്ടില്ലേ എന്ന് സംശയിച്ചാൽ തെറ്റില്ല. കോൺഗ്രസ് സ്ത്രീകളോട് അവഗണന കാണിക്കുന്നു. ഇതിനെതിരെ ശക്തമായ വികാരമാണ് കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ ഉയർന്നു വന്നിട്ടുള്ളത്. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് കോൺഗ്രസിന്റെ അറിയപ്പെടുന്ന മഹിളാ നേതാക്കൾ വരെ കോൺഗ്രസ് വിടുന്ന നിലപാട് സ്വീകരിക്കുന്നതെന്നും പിണറായി പറഞ്ഞു. എന്നാൽ LDFുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പരിപാടികളിൽ സ്ത്രീ പങ്കാളിത്തം വലിയ തോതിൽ ഉയർന്നിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി സൂചിപ്പിച്ചു. ഷാജഹാൻ, കൈരളി ന്യൂസ്, ആലപ്പുഴ. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ഒട്ടും സജീവമല്ലാത്ത ഒരാൾ, എന്നാൽ അത്രമേൽ ശക്തമായ ഒരു വ്യക്തിത്വം,
കേരളത്തിൻ്റെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ടു നടത്തിയ ഒരു പരാമർശം അത് വളരെ ശ്രദ്ധേയമാണ്. ഞങ്ങളുടെ വാർത്താ സംഘത്തോടാണ് ആ വ്യക്തി വളരെ വിശദമായി തന്നെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ച് പറഞ്ഞത്. അത് മറ്റാരുമല്ല, KP ഉണ്ണികൃഷ്ണനാണ്. കേരളത്തിൽ ഭരണ തുടർച്ചയ്ക്ക് അനുകൂലമായ സാഹചര്യമാണുള്ളതെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ KP ഉണ്ണികൃഷ്ണൻ പറയുകയുണ്ടായി. ദുരന്തമുഖത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അസാമാന്യമായ നേതൃപാടവമാണ് കാട്ടിയത്. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമില്ലെന്നും ഭരണ തുടർച്ച ഉണ്ടായാൽ അത്ഭുതപ്പെടാനില്ലെന്നും KP ഉണ്ണികൃഷ്ണൻ കൈരളി ന്യൂസിനോട് പറഞ്ഞു. കേരളത്തിൽ സാധാരണയായി തുടർഭരണം സാധ്യമാകാറില്ല. കാരണം ഇവിടെയുള്ള ഭൂരിഭാഗവും രാഷ്ട്രീയ മനോഭാവമുള്ള വോട്ടർമാരാണ്. എന്നാൽ ഇക്കുറി സാഹചര്യം മറിച്ചാണെന്ന് KP ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരമില്ല എന്നതാണ് പ്രധാനം. കോവിഡ് മാത്രമല്ല, നിപ്പ, പ്രളയം എന്നിങ്ങനെ ഏറെ പ്രതിസന്ധികൾ ഇക്കാലത്തുണ്ടായി. മികച്ച രാഷ്ട്രീയ പാരമ്പര്യമുള്ള പിണറായി വിജയൻ കാട്ടിയ അനുഭവ സമ്പത്തും ഭരണപാഠവും ഇടതുപക്ഷത്തിന് അനുകൂലമായ വലിയ ഘടകമാണ്. ദുരന്തമുഖത്ത് ഇച്ഛാശക്തിയോടെയുള്ള പ്രവർത്തനമാണ് മുഖ്യമന്ത്രി നടത്തിയത്. KK ശൈലജ ഉൾപ്പെടെയുള്ള മന്ത്രിമാരും മികവ് തെളിയിച്ചു. ഇതെല്ലാം ഭരണ തുടർച്ചയ്ക്ക് സഹായകമാണെന്നും KP ഉണ്ണികൃഷ്ണൻ കൈരളി ന്യൂസിനോട് പറഞ്ഞു. ഈ തവണ തുടർഭരണം ഉണ്ടാവാൻ ഞാൻ പറഞ്ഞ ഈ പ്രശ്നങ്ങളുടെ ഡീൽ ചെയ്ത വിധത്തിനെ കുറിച്ച് ജനങ്ങളുടെ പ്രതികരണം നന്നായിരിക്കുന്നുള്ള ഒരു അസസ്മെൻറ്റിലാണ് അങ്ങനെ പറയാൻ സാധിക്കുന്നത്. സാധ്യമായാൽ അതിൽ അത്ഭുതപ്പെടാനില്ല. കാരണം എന്താ, ഇച്ഛാശക്തിയുള്ള ഒരു നേതൃത്വം കൊടുക്കാൻ പിണറായിക്ക് കഴിഞ്ഞിട്ടുണ്ട്. കോവിഡ് വന്നപ്പോൾ ഈ ഗവൺമെൻറ് നല്ല കാര്യങ്ങൾ ചെയ്തു എന്നുള്ള ഒരു ഇതുണ്ട്. കോൺഗ്രസിലെ ഗ്രൂപ്പ് രാഷ്ട്രീയം തികച്ചും വ്യക്തിപരമാണ്. അസംതൃപ്തരായ നേതാക്കളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ KPCC നേതൃത്വം തയ്യാറാകണം. 1991 തന്നെയും ഇടതുപക്ഷത്തെയും തോൽപ്പിക്കാൻ കോലീബി സഖ്യം പ്രവർത്തിച്ചിരുന്നുവെന്നും KP ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ക്യാമറമാൻ അനിൽ കല്യാശ്ശേരിക്കൊപ്പം PV കുട്ടൻ. കേരളത്തിലെ പൊതുരാഷ്ട്രീയ ബോധത്തെ വളരെയേറെ സ്വാധീനിക്കാൻ കഴിയുന്ന ശക്തമായ നിരീക്ഷണങ്ങളാണ് KP ഉണ്ണികൃഷ്ണനെ പോലെയുള്ള നേതാക്കളിൽ നിന്ന് ഉണ്ടാകുന്നത്. ഭരണ തുടർച്ച എന്നതിൻ്റെ വലിയ സാധ്യത, നേരത്തെ സീതാറാം യെച്ചൂരി പറഞ്ഞതുപോലെ ചരിത്രപരമായ ഒരു വലിയ ദൗത്യത്തിന് മുൻപിൽ മലയാളികൾ, കേരളീയർ നിൽക്കുകയാണ്. ഭരണ തുടർച്ച എന്ന ഒരു ചരിത്രത്തിലേക്ക് കേരളം നീങ്ങുന്നു എന്ന വലിയ രാഷ്ട്രീയ ബോധ്യവും നിരീക്ഷണവും ശക്തമായി നിൽക്കെ അത് കൂടുതൽ ശരിവെച്ചുകൊണ്ടാണ് KP ഉണ്ണികൃഷ്ണനെ പോലെ ഇന്ന് അധികം സജീവമല്ലാത്ത, ഒട്ടും സജീവമല്ലാത്ത ഒരു വളരെ പ്രമുഖനായ ഒരു നേതാവ് പറയുന്നത്, കേരളത്തെക്കുറിച്ച്, മുഖ്യമന്ത്രിയെക്കുറിച്ച് പറയുന്നത്, ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച് പറയുന്നത്. അസാമാന്യ നേതൃപാടവം മുഖ്യമന്ത്രി കാട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഭരണവിരുദ്ധ വികാരം ഒട്ടും പ്രസക്തമായി ഇന്ന് കേരളത്തിലില്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് കേരളത്തിൽ ഭരണ തുടർച്ചയ്ക്കുള്ള ഒരു വലിയ സാധ്യത നിലനിൽക്കുന്നു എന്ന്. അതായിരുന്നു KP ഉണ്ണികൃഷ്ണൻ്റെ ആ വാക്കുകളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വിശദീകരണമായി വന്നിട്ടുള്ളത്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളിലേക്ക് മടങ്ങി വരാം. കേരളത്തിലെ BJP ഒരു വലിയ പ്രതിസന്ധിയിൽ ചെന്നുപെട്ടിരിക്കുകയാണ്. വലിയ രാഷ്ട്രീയ ആക്ഷേപം ഉയരുന്നു. കോലീബിയുടെ പുതിയ പതിപ്പ് രൂപപ്പെടുന്നു എന്ന ശക്തമായ രാഷ്ട്രീയ വിമർശനവും ആരോപണവും നിൽക്കുന്നു. 3 പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ അവർക്ക് സ്ഥാനാർത്ഥികളില്ലാത്ത സാഹചര്യം. അതിൻ്റെ ഏറ്റവും പുതിയ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ, അമിത്ഷായെ പോലൊരു ദേശീയ നേതാവ് കേരളത്തിലേക്ക് വരുമ്പോൾ അവർക്ക് തലശ്ശേരിയിലെ അവരുടെ പ്രചാരണ പരിപാടി ഒഴിവാക്കേണ്ടി വരുന്നു. അമിത്ഷായുടെ പരിപാടി റദ്ദാക്കേണ്ടി വരുന്നു. കാരണം തലശ്ശേരിയിൽ അവർക്ക് സ്ഥാനാർത്ഥിയില്ല, BJPക്ക് സ്ഥാനാർത്ഥിയില്ല. ഈ സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. BJPയുടെ സ്റ്റാർ ക്യാമ്പയിനറുടെ ഷെഡ്യൂൾ ആ വിധം തിരുത്തേണ്ടി വരുന്നു. തലശ്ശേരിയിൽ BJPക്ക് സ്ഥാനാർത്ഥി ഇല്ലാതായതാണ് ഇത്തരമൊരു മാറ്റം വരുത്തേണ്ട നിർബന്ധിതമായ അവസ്ഥയിലേക്ക് BJP എത്തപ്പെട്ടത്. വിശദാംശങ്ങളുമായി ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് സന്തോഷ് ചേരുകയാണ്. സന്തോഷ്, എന്താണ് അവസ്ഥ? തലശ്ശേരി കേരളത്തിലേക്ക് വരുന്ന അമിത്ഷായുടെ ആദ്യ പ്രചാരണ പരിപാടികളിൽ തന്നെ ഉൾപ്പെടുത്തിയിരുന്നതാണ് തലശ്ശേരി. അവിടെയാണ് BJPക്ക് സ്ഥാനാർത്ഥി ഇല്ലാതായി പോയത്. ഇതിപ്പോൾ കാര്യം ബോധ്യപ്പെടുത്തി അമിത്ഷായെ അവിടെ നിന്ന് മാറ്റേണ്ട അവസ്ഥയിലാണോ? തലശ്ശേരിയിലെ പരിപാടി ക്യാൻസൽ ചെയ്തോ? ശരത്ത്, താരപ്രചാരകനായ അമിത്ഷായ്ക്ക് വലിയ രീതിയിലുള്ള സ്വീകരണം ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു തലശ്ശേരിയിലെ BJP പ്രവർത്തകർ. എന്നാൽ നേതാക്കന്മാർ വോട്ട് കച്ചവടത്തിൽ കണ്ണുവെച്ചപ്പോൾ തലശ്ശേരിയിൽ BJPക്ക് സ്ഥാനാർത്ഥിയില്ലാതായി. അങ്ങനെ അമിത്ഷായുടെ തലശ്ശേരിയിലെ സ്വീകരണ പരിപാടി 25-ാം തീയതി നിശ്ചയിച്ചിരുന്ന വലിയ സ്വീകരണ പരിപാടി ഇപ്പോൾ മാറ്റേണ്ടി വന്നിരിക്കുകയാണ്. അമിത്ഷായുടെ ഷെഡ്യൂൾ മാറ്റം വരുത്തിയിരിക്കുകയാണ്. BJPക്ക് ദേശീയ തലത്തിൽ തന്നെ വലിയ നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവമായി ഇത് മാറിയിരിക്കുകയാണ്. ദേശീയ തലത്തിൽ തന്നെ
അമിത്ഷായുടെ കേരള പ്രചരണത്തിന്റെ ഷെഡ്യൂൾ എല്ലാം തന്നെ നേരത്തെ പ്രഖ്യാപിക്കുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു. അതിൽ നിന്നാണ് ഇപ്പോൾ തലശ്ശേരിയിലെ പൊതുപരിപാടി പ്രചരണ പരിപാടി ഒഴിവാക്കിയിരിക്കുന്നത്. BJP അണികളെല്ലാം തന്നെ വലിയ നിരാശയിലും അമർഷത്തിലുമാണ്. അതേസമയം തന്നെ ഈ വോട്ട് കച്ചവടം എന്നുള്ള കാര്യം കൂടുതൽ സ്ഥിരീകരിക്കപ്പെടുമ്പോൾ, അതിൻ്റെ വസ്തുതകൾ ഓരോ ദിവസവും പുറത്തു വന്നു വരുമ്പോൾ BJPയുടെ അണികളും വലിയ അമർഷത്തിലാണ്. നേതാക്കന്മാർക്കെതിരെ പ്രതിഷേധിക്കുന്നതുവരെ സാഹചര്യമുണ്ട്. അങ്ങനെ തലശ്ശേരിയിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാനുള്ള ഒരു ശ്രമവും BJP നടത്തിയിരുന്നു. എന്നാൽ അതും വിജയം കാണാതെ വന്നപ്പോൾ തലശ്ശേരിയിൽ ഇപ്പോൾ BJPക്ക് സ്ഥാനാർത്ഥി ഇല്ല എന്നുള്ള നില തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കണ്ണൂർ ജില്ലയിൽ ഏറ്റവും അധികം വോട്ട് BJPക്ക് നൽകിയ മണ്ഡലമാണ് തലശ്ശേരി. ഈ തലശ്ശേരി മണ്ഡലം തന്നെ BJP കോലീബി സഖ്യത്തിനുള്ള പരീക്ഷണശാലയാക്കി തെരഞ്ഞെടുത്തപ്പോൾ ദേശീയ തലത്തിൽ തന്നെ BJPക്ക് അത് വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ശരത്. സന്തോഷാണ് വിശദാംശങ്ങൾ ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് നൽകിയത്. ഏതായാലും അമിത്ഷായുടെ തലശ്ശേരിയിലെ പരിപാടി റദ്ദാക്കേണ്ടി വന്നിരിക്കുകയാണ് BJPക്ക്. അതിൻ്റെ പ്രധാന കാരണം മറ്റൊന്നുമല്ല, അവിടുത്തെ സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളിപ്പോയ സാഹചര്യം. ഈ സാഹചര്യത്തിലാണ് അമിത്ഷായുടെ വരവ്, തലശ്ശേരിയിലേക്കുള്ള വരവ് ഇപ്പോൾ BJP റദ്ദു ചെയ്തിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിനെതിരെ ആഞ്ഞടിച്ചും മോദിയുടെ വർഗീയ നയങ്ങളെ തൊടാതെയും കേരളത്തിൽ രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം. എറണാകുളം ജില്ലയിലെ മണ്ഡലങ്ങളിൽ പ്രചാരണത്തിനെത്തിയ രാഹുൽ ഗാന്ധി BJPയെക്കുറിച്ചോ കേന്ദ്ര സർക്കാരിൻ്റെ തെറ്റായ നയങ്ങളെക്കുറിച്ചോ ഒരക്ഷരം പോലും മിണ്ടിയില്ല. പതിവ് ഗിമിക്സുകൾ തന്നെയായിരുന്നു ഇത്തവണയും രാഹുൽ ഗാന്ധിയുടെ പ്രചരണ പരിപാടികളിലെ ആകർഷണീയത. കോൺഗ്രസിന്റെ ദേശീയ നേതാവെന്ന നിലയിൽ പ്രചരണത്തിലെത്തിയ രാഹുൽ ഗാന്ധി ആദ്യം പോയത് സെന്റ് തെരേസസ് കോളേജിലേക്കായിരുന്നു. അവിടെ വിദ്യാർത്ഥിനികളെ അഭിസംബോധന ചെയ്ത ശേഷം രാഹുൽ ഗാന്ധിയുടെ വക യോഗാഭ്യാസങ്ങൾ. സ്ത്രീ ശാക്തീകരണം പ്രസംഗിച്ച് കടന്നുപോയ രാഹുൽ ഗാന്ധിയിൽ നിന്നും പുതിയ തലമുറയ്ക്ക് സമകാലിക രാഷ്ട്രീയം കേൾക്കാനായില്ല. പിന്നീട് ജങ്കാറിൽ ഫോർട്ട് കൊച്ചിയിലേക്ക് യാത്ര. തീരദേശ മേഖലകളായ വൈപ്പിൻ, കൊച്ചി മണ്ഡലങ്ങളിൽ മത്സ്യബന്ധനയാനങ്ങളെക്കുറിച്ചും കടൽ സംരക്ഷണത്തെക്കുറിച്ചും ആവേശത്തോടെ പ്രസംഗിച്ചു. അവിടെയും മനുഷ്യനെ നേരിട്ട് ബാധിക്കുന്ന ഇന്ധനവിലയോ പാചകവാതക വിലയോ അവശ്യവസ്തുക്കളുടെ വിലക്കയറ്റമോ മോദിയുടെ തെറ്റായ സാമ്പത്തിക നയങ്ങളോ വർഗീയ നിലപാടുകളോ വിഷയമായിരുന്നില്ല. കൊച്ചിയുടെ തനത് ഭക്ഷണം കഴിച്ചാസ്വദിച്ച് തൃപ്പൂണിത്തുറ മണ്ഡലത്തിലേക്ക്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ BJPക്ക് ഏറ്റവും അധികം വോട്ടുകൾ ലഭിച്ച മണ്ഡലത്തിലെങ്കിലും മോദിക്കെതിരെ പറയുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും നിരാശ മാത്രം. സംസ്ഥാന സർക്കാരിൻ്റെ വികസന പദ്ധതിക്കെതിരെ തെറ്റിദ്ധാരണ വരുത്തുന്ന പ്രസംഗവുമായി കയ്യടി നേടാനുള്ള ശ്രമമായിരുന്നു രാഹുൽ ഗാന്ധി നടത്തിയത്. ചുരുക്കത്തിൽ BJPയെ നോവിക്കാതെ, വർഗീയ നിലപാടുകളെ തള്ളിപ്പറയാതെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെതിരെ ആഞ്ഞടിച്ചും കേരളത്തിൻ്റെ സൗന്ദര്യം ആവോളം നുകർന്നും ദേശീയ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഗിമ്മിക്സുകൾ ആവർത്തിക്കുകയും ചെയ്തു. കൈരളി ന്യൂസ്, കൊച്ചി. അങ്ങനെ കോൺഗ്രസിൻ്റെ സ്റ്റാർ ക്യാമ്പയിനറായി രാഹുൽ ഗാന്ധി ഇങ്ങനെ കേരളത്തിൽ പല ജില്ലകളിലൂടെ കടന്നു പോവുകയാണ്. എന്ത് തരം രാഷ്ട്രീയമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളോട് വിശദീകരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനം. ഇപ്പോൾ നമ്മൾ കണ്ടാണ് കാസർഗോഡ് നീലേശ്വരത്ത് സീതാറാം യെച്ചൂരി സംസാരിക്കുമ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ മോദിയും BJPയും സൃഷ്ടിക്കുന്ന അപകടകരമായ രാഷ്ട്രീയത്തെ വിശദീകരിച്ചുകൊണ്ട് തന്നെ അതിനെതിരായ പ്രകടന പത്രികയിൽ പറയുന്ന കാര്യങ്ങൾ നടപ്പാക്കിയ രാജ്യത്തെ തന്നെ ഏക സംസ്ഥാനമാണ് കേരളം എന്ന് വിശദീകരിച്ചുകൊണ്ട് രാഷ്ട്രീയ വിശദീകരണങ്ങളുമായി ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യണം എന്ന് CPIM ജനറൽ സെക്രട്ടറി രാഷ്ട്രീയ വിശദീകരണം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഭാഗമായി നടത്തുമ്പോൾ രാഹുൽ ഗാന്ധി എന്ന കോൺഗ്രസിൻ്റെ സ്റ്റാർ ക്യാമ്പയിനർ ഏത് നിലയ്ക്കുള്ള രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്നു, ഏതൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങൾ, സമകാലിക രാഷ്ട്രീയ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്നു എന്ന ചോദ്യത്തിനാണ് കൃത്യമായ ഉത്തരമില്ലാതാവുന്നത്. ഈ വ്യത്യാസമാണ് ഈ രണ്ട് ദേശീയ നേതാക്കളുടെ കേരളത്തിലെ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ വളരെ പ്രകടമായി കാണാനാവുന്നത്. രാഹുൽ ഗാന്ധിയുടെ ഈ ടൂർ പരിപാടിയിൽ കാണുന്ന രാഷ്ട്രീയമില്ലായ്മയാണ് സിബിയുടെ ആ റിപ്പോർട്ടിൽ വളരെ പ്രകടമായി വന്നിട്ടുള്ളത്. കോൺഗ്രസ് താരപ്രചാരകനായി രാഹുൽ ഗാന്ധിയെ വിവിധ മണ്ഡലങ്ങളിലൂടെ ഇപ്പോൾ കൊണ്ടുപോവുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണിത്. ജനജീവിതവുമായി ബന്ധപ്പെട്ട് വളരെ പ്രാധാന്യമുള്ളൊരു വാർത്ത കൂടി നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്. മൊറട്ടോറിയം കാലയളവിൽ ഇടപാടുകാരിൽ നിന്ന് ബാങ്കുകൾ കൂട്ടപ്പലിശയോ പിഴപ്പലിശയോ ഈടാക്കരുത് എന്നാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. വായ്പാ തുക എത്രയായാലും കൂട്ടുപലിശയോ പിഴപ്പലിശയോ ഈടാക്കിയിട്ടുണ്ടെങ്കിൽ തിരികെ നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു. എന്നാൽ വായ്പകൾക്കുള്ള പലിശ ഒഴിവാക്കണം, മൊറട്ടോറിയം കാലാവധി നീട്ടണം തുടങ്ങിയ ആവശ്യങ്ങളിൽ ഇടപെടാനാവില്ല എന്നും കോടതി വ്യക്തമാക്കി. സാമ്പത്തിക നയങ്ങളിൽ ഇടപെടാൻ കഴിയില്ലെന്നും പുനഃപരിശോധന വേണമെങ്കിൽ സർക്കാരാണ് തീരുമാനമെടുക്കേണ്ടതെന്നും സുപ്രീം കോടതി വ്യക്തമാക്കുകയുണ്ടായി. കോവിഡ് പ്രതിസന്ധി മൂലം കേന്ദ്ര സർക്കാർ മൊറട്ടോറിയം പ്രഖ്യാപിച്ചിട്ടും ബാങ്കുകൾ പലിശയും കൂട്ടുപലിശയും ഈടാക്കുന്നത് ചോദ്യം ചെയ്തുള്ള ഹർജിയിലാണ് സുപ്രീം കോടതിയുടെ നിർണായക വിധി. വായ്പാ തുക എത്രയായാലും കൂട്ടുപലിശയോ പിഴപ്പലിശയോ ഈടാക്കരുത്, ഈടാക്കിയിട്ടുണ്ടെങ്കിൽ തിരികെ നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു.
2 കോടി രൂപ വരെയുള്ള വായ്പകൾക്ക് കൂട്ടുപലിശയോ പിഴപ്പലിശയോ ഈടാക്കരുതെന്ന് സുപ്രീം കോടതി നേരത്തെ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. ഇത് എല്ലാ വായ്പകൾക്കും ബാധകമാക്കിയാണ് സുപ്രീം കോടതി വിധി. പക്ഷേ ഇക്കാലയളവിലെ പലിശ ഒഴിവാക്കാനാകില്ല. നിക്ഷേപകർക്ക് പലിശ നൽകിയാണ് ബാങ്കുകളും നിലനിൽക്കുന്നത്. മൊറട്ടോറിയം കാലാവധി നീട്ടണമെന്ന ആവശ്യവും കോടതി തള്ളി. സാമ്പത്തിക കാര്യങ്ങളിൽ നയപരമായ തീരുമാനം എടുക്കാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിനാണ്. ഇക്കാര്യങ്ങൾ കോടതിക്ക് ഇടപെടാനാകില്ലെന്നും ജസ്റ്റിസ് അശോക് ഭൂഷൺ അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. സാമ്പത്തിക നയങ്ങളിൽ കോടതിക്ക് ഉപദേശകരാകാൻ കഴിയില്ലെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. സർക്കാരിന്റെ സാമ്പത്തിക നയങ്ങളിൽ ജുഡീഷ്യൽ പരിശോധന എത്രയാകാമെന്നാണ് സുപ്രീം കോടതി പരിശോധിച്ചതെന്നും നയങ്ങളിൽ പുനഃപരിശോധന വേണമെങ്കിൽ സർക്കാരാണ് തീരുമാനിക്കേണ്ടതെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. കൈരളി ന്യൂസ്, ദില്ലി. കോന്നിയിൽ UDF സ്ഥാനാർത്ഥി റോബിൻ പീറ്ററിന് വീണ്ടും തിരിച്ചടി. കോൺഗ്രസ് കോന്നി ബ്ലോക്ക് ജനറൽ സെക്രട്ടറി അലക്സാണ്ടർ മാത്യു രാജിവെച്ച് CPIM-ന് ഒപ്പം ചേർന്നു പ്രവർത്തിക്കും. നിലവിൽ ലോയേഴ്സ് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി കൂടിയാണ് രാജിവെച്ച അലക്സാണ്ടർ മാത്യു. പ്രസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾക്കായി പ്രവർത്തിക്കാതെ വ്യക്തിപരമായ നേട്ടങ്ങൾ മാത്രം ആഗ്രഹിക്കുന്ന റോബിൻ പീറ്ററിന് സീറ്റ് നൽകിയതിൽ പ്രതിഷേധിച്ചാണ് രാജിയെന്ന് അലക്സാണ്ടർ മാത്യു കൈരളി ന്യൂസിനോട് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് രംഗം ഉച്ചസ്ഥായിൽ നിൽക്കുന്ന ഘട്ടത്തിൽ പോലും കോന്നിയിലെ കോൺഗ്രസിലെ പൊട്ടിത്തെറികൾ അവസാനിക്കുന്നില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഒടുവിലായി പ്രധാനമായും കോന്നി കോൺഗ്രസ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി കൂടിയായ അഡ്വക്കേറ്റ് അലക്സാണ്ടർ മാത്യു ഇപ്പോൾ രാജിവെച്ചുകൊണ്ട് CPM-ൽ ചേർന്നിരിക്കുന്നു. അദ്ദേഹം ഇപ്പോൾ കൈരളി ന്യൂസിനൊപ്പം ചേരുകയാണ്. പ്രധാനമായും ഇത്തരത്തിൽ ഈ ഒരു നിലപാട് മാറ്റം എന്താണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് രംഗം ഇപ്പോൾ സജീവമായി നിൽക്കുന്ന ഘട്ടത്തിൽ? കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായ ശ്രീ മോഹൻരാജിനെതിരെ പ്രവർത്തിച്ച ഒരു DCC വൈസ് പ്രസിഡന്റാണ് റോബിൻ പീറ്റർ. അദ്ദേഹത്തിന് ഇപ്പോൾ സ്ഥാനാർത്ഥിത്വം കൊടുത്തതിനെതിരെ ഒരു പ്രതിഷേധം സൂചകമായിട്ടാണ് ഇപ്പോൾ ഈ പാർട്ടി മാറി വേറെ പുതിയ പാർട്ടിയിൽ ചേരുന്നതിന് ഒരു തീരുമാനം എടുക്കേണ്ട സാഹചര്യം വന്നിരിക്കുന്നത്. DCC ജനറൽ സെക്രട്ടറിമാരടക്കമുള്ളവർ നേരത്തെ തന്നെ ഈ സ്ഥാനാർത്ഥി നിർണയത്തിന് മുൻപ് തന്നെ രാജ്യപ്രഖ്യാപനം നടത്തി ഇവർ പരസ്യമായിട്ട് രംഗത്ത് വന്നിരുന്നു. അപ്പോഴൊന്നും തോന്നാത്ത ഒരു നിലപാട് മാറ്റി ഇപ്പോഴെന്താണ് താങ്കൾക്ക്? കാരണം നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനമാണ്, പല പ്രവർത്തനം സംസാരിക്കുന്നത് അവരിപ്പോഴും പാർട്ടിയിൽ നിൽക്കുന്നതെങ്കിലും അവർ വോട്ട് കൊടുക്കത്തില്ലെന്നാണ് പറയുന്നത്. അവർ പുറമേ രാഷ്ട്രീയത്തിൽ നിൽക്കുന്നതെങ്കിലും നാഷണൽ കോൺഗ്രസ് നിൽക്കുന്നതെങ്കിൽ അവർ തീർച്ചയായും റോബിൻ പീറ്ററിന് കൊടുക്കത്തില്ലെന്ന് നൂറുകണക്കിന് ആൾക്കാർ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അതിൻ്റെ വെളിച്ചത്തിലാണ് നമ്മൾക്ക് ഇപ്പോൾ ഇങ്ങനെ ചിന്താഗതി വന്നത്. DC ജനറൽ സെക്രട്ടറിമാരായ ശ്രീ സാമുവൽ കിഴക്കവരം, ശ്രീ MS പ്രകാശ് ഇവരൊക്കെ നേരത്തെ പ്രതിഷേധം വിവിധ ചാനലുകളിലും വിവിധ തലങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും മുകളിലേക്ക് കൊടുക്കാതെ സ്വന്തം രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഒരിക്കലും ആത്മാർത്ഥത കാണിക്കാതെ അദ്ദേഹത്തിൻ്റെ വ്യക്തി താല്പര്യത്തിന് മാത്രം നിന്ന് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ ശ്രീ മോഹൻരാജിനെ തോൽപ്പിക്കുകയും ഞാൻ മനസ്സിലാക്കിയതിലും അദ്ദേഹത്തിൻ്റെ സമുദായത്തിൽപ്പെട്ടവരെ പലരെയും വോട്ട് ചെയ്യുന്ന പിന്തിരിപ്പിക്കുകയും ചെയ്ത വ്യക്തിയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ പ്രധാന പ്രവർത്തന മേഖലയെ പ്രമാട മണ്ഡലത്തിൽ ഏകദേശം 4000-ലധികം വോട്ടിൻ്റെ പിന്നിലാണ് UDF സ്ഥാനാർത്ഥി. ഇത് കോൺഗ്രസിനെ കോന്നിയിൽ ശക്തമായി തിരിച്ചടിയാകും. തീർച്ചയായും ബാധിക്കും. തീർച്ചയായും അത് ബാധിച്ചിരിക്കും. ഏത് തരത്തിലുള്ള ഒരു തിരിച്ചടിയായിരിക്കും കോൺഗ്രസിന് കോന്നിയിൽ നേരിടുക? തീർച്ചയായും ഇത് ഒരു ജനങ്ങളുടെ പ്രതിഷേധമുള്ളവരാണ്. ഒരു സ്ഥാനമാനങ്ങൾ മാത്രവും സ്ഥാനമില്ലെങ്കിൽ പാർട്ടിയുടെ സ്നേഹമില്ലെന്നും സ്ഥാനമുണ്ടെങ്കിൽ പാർട്ടി മാത്രം സ്നേഹമുള്ളൊരു വ്യക്തി മാത്രമേ റോബിൻ പീറ്റർ. തീർച്ചയായിട്ടും അത് CPM-ന് അനുകൂലമായിട്ട് വരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത്തരത്തിൽ രാജ്യപ്രഖ്യാപനത്തിന് ശേഷം CPM നേതാക്കളെ കണ്ടു എന്നുള്ളൊരു വിവരമാണ് പറയുന്നത്. എങ്ങനെയാണ് CPM നേതാക്കളുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ താങ്കൾ താല്പര്യം അറിയിച്ചിരുന്നു? അത് എൻ്റെ താല്പര്യം ഞാൻ അവിടെ പറഞ്ഞു. അവരത് അനുകൂലമായ സമീപനമാണ് സ്വീകരിച്ചത്. കാരണം കഴിഞ്ഞ ശ്രീ സുരേന്ദ്രൻ നിന്നപ്പോൾ ഈ മണ്ഡലത്തിൽ ഏകദേശം 37,000 വോട്ടുകളും പിടിച്ചു. അത് പിടിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇവിടുത്തെ ഒരു ഈ റോബിൻ പീറ്ററെ പോലുള്ള നേതാക്കന്മാരുടെ ഒരു സമ്മർദ്ദമില്ലാതെ ഈ കോന്നി പോലെ ഇടതുപക്ഷ ചിന്താഗതിയും മാറി മാറി ഭരണത്തിൽ വന്നിട്ടുള്ള മുന്നിലുള്ളപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ ശ്രീ റോബിൻ പീറ്ററുള്ള പ്രവർത്തനം മൂലം അത്രയും വോട്ട് പിടിക്കാൻ കാരണം, അല്ലെങ്കിൽ ഒരിക്കലും K. സുരേന്ദ്രൻ അത്രയും വോട്ട് പിടിക്കാൻ സാധ്യതയില്ല. കൂടുതൽ നേതാക്കൾ താങ്കൾക്ക് പിന്നാലെ CPM-ലേക്ക് ഒരു അല്ലെങ്കിൽ പാർട്ടി വിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അവർ പെട്ടെന്ന് പാർട്ടി വിട്ടില്ലെങ്കിലും അവർ തീർച്ചയായിട്ടും കോൺഗ്രസിന് വോട്ട് ചെയ്യത്തില്ല, കോൺഗ്രസിനല്ല റോബിൻ പീറ്ററിന് വോട്ട് ചെയ്യത്തില്ല എന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു. എന്തായാലും കോന്നിയിലെ കോൺഗ്രസിലെ പൊട്ടിത്തെറികളുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് അഡ്വക്കേറ്റ് അലക്സാണ്ടർ മാത്യുവിൻ്റെ ഈ വാക്കുകൾ. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് രംഗം ഇത്തരത്തിൽ സജീവമായി നിൽക്കുന്ന ഘട്ടത്തിലും കോന്നിയിലെ കോൺഗ്രസിൽ പൊട്ടിത്തെറികൾക്ക് അവസാനമാകുന്നില്ല. അതിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ വരെ ഗതിവിഗതികളെ എങ്ങനെ മാറ്റിമറിക്കുമെന്നാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. പത്തനംതിട്ടയിൽ നിന്നും ക്യാമറാമാൻ രാഹുൽ ചന്ദ്രനൊപ്പം കെബി ശ്യാമപ്രസാദ്, കൈരളി ന്യൂസ്. അല്ല, ജനങ്ങളുടെ സർവേയിലാണ് ഇടതുമുന്നണി മുന്നിലെത്തുകയെന്ന് മന്ത്രി MM മണി. ഉടുമ്പൻചോലയിൽ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നും MM മണി പറഞ്ഞു.
അത് വലിയ ഭൂരിപക്ഷം കിട്ടുമെന്നാണ് പറയുന്നത് നാട്ടുകാർ. ഞാനല്ല, മോശം വരികയില്ലെന്നാണ് എൻ്റെ നിഗമനം. ഇല്ലേ? ആ, എനിക്ക് നല്ല ഭൂരിപക്ഷം കിട്ടുമെന്നാ. കഴിഞ്ഞ തവണ 1109 വോട്ടോ. അതെ. അപ്പം നെറ്റ് വിളിച്ചു, ഞാൻ MLA എന്ത് ചെയ്യും? മന്ത്രിയായപ്പം വീണ്ടും നെറ്റ് വിളിച്ചു, അയ്യോ ഇന്നേരം എന്നാ ചെയ്യാൻ പോകും? അങ്ങനല്ല, എനിക്ക് പണി അറിയാമെന്ന് മനസ്സിലായില്ലേ? ഇപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയ ചുമതല ഞാൻ നല്ല ഭംഗിയായി നിറവേറ്റിയിട്ടുണ്ട്. എനിക്ക് സന്തോഷമാണ്. അതിൽ ഗവൺമെൻറ്റും മുഖ്യമന്ത്രിയും വലിയ തോതിൽ സപ്പോർട്ടും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചുമ്മാതല്ല, പറഞ്ഞ കാര്യം കൃത്യതയോടുകൂടി ചെയ്തിട്ടുണ്ട്. ആത്മവിശ്വാസത്തോടെ മന്ത്രി MM മണി പറഞ്ഞ ഈ വാക്കുകൾ തെരഞ്ഞെടുപ്പ് കാലത്ത് വളരെ ശക്തമായി ചർച്ചയാവുകയും ജനങ്ങളിലേക്ക് കൂടുതലെത്താനും ഇടയുള്ളതാണ്. പറഞ്ഞ കാര്യങ്ങൾ, ഉറപ്പു നൽകിയ കാര്യങ്ങൾ സമയബന്ധിതമായി തീർക്കാനായി എന്ന് മന്ത്രി പറയുമ്പോൾ അതിനെ നിഷേധിക്കാൻ, അതിനെ ഖണ്ഡിക്കാൻ പ്രതിപക്ഷത്തിന് നാളിതുവരെ കഴിഞ്ഞിട്ടില്ല എന്നതുകൂടിയാണ് മന്ത്രിയുടെ ആ വാക്കുകളിലെ ആത്മവിശ്വാസത്തിൽ പ്രതിഫലിക്കുന്നത്. ഉടുമ്പൻചോലയിലെ സർവേകളെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഉടുമ്പൻചോല തനിക്കൊപ്പം നിൽക്കും എന്ന നിലയിൽ വലിയ ഭൂരിപക്ഷത്തോടെ വീണ്ടും ജയിക്കും എന്ന ആത്മവിശ്വാസമാണ് സ്ഥാനാർത്ഥിയായിട്ടുള്ള MM മണി മാധ്യമപ്രവർത്തകരോടായി പ്രതികരിച്ചപ്പോൾ പറഞ്ഞത്. രാജ്യത്തെ പ്രതിദിന കോവിഡ് കേസുകളുടെ എണ്ണത്തിൽ നേരിയ കുറവ്. കഴിഞ്ഞ ദിവസം 40,715 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. മരണസംഖ്യയിലും ഈ കുറവ് പ്രകടമായി. കഴിഞ്ഞ ദിവസം 199 പേരാണ് കോവിഡിന് കീഴടങ്ങിയത്. മുൻ ദിവസം 212 ആയിരുന്നു മരണസംഖ്യ. പ്രതിദിന കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നതിനിടെ വൈറസിൻ്റെ വ്യാപന തോതും ഉയരുന്നുണ്ട്. 1.32 നിലവിലെ വ്യാപന തോത്. കഴിഞ്ഞ വർഷം ഏപ്രിലിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന തോതാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയത്. കേസുകൾ വർദ്ധിച്ചതോടെ പ്രതിദിന രോഗികളുടെ എണ്ണത്തിൽ ലോകത്ത് ഇന്ത്യ വീണ്ടും 3-ാം സ്ഥാനത്തെത്തി. കേസുകളുടെ എണ്ണത്തിൽ ബ്രസീൽ 1-ാം സ്ഥാനത്തും അമേരിക്ക 2-ാം സ്ഥാനത്തുമാണ്. ഒരിടവേള കൂടി. NDAയുമായി ചേർന്ന് LDFനെ തോൽപ്പിക്കാനുള്ള ശ്രമത്തിലാണ് UDF. ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമായാണ് ദേവികുളത്തെ NDA സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളിയത്. അതേസമയം കോൺഗ്രസ് BJP കൂട്ടുകെട്ട് ജനങ്ങൾ തിരിച്ചറിയുമെന്നും ഇടതുമുന്നണിക്ക് ഭീഷണിയാകില്ലെന്നും നേതാക്കൾ വ്യക്തമാക്കി. ദേവികുളം നിയമസഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ 3 തവണയും ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിച്ച S. രാജേന്ദ്രനാണ് വിജയിച്ചത്. തോട്ടം തൊഴിലാളികൾക്കുള്ള ഭവന നിർമ്മാണം ഉൾപ്പെടെ ഇടത് സർക്കാർ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ എണ്ണിപ്പറഞ്ഞാണ് ഇത്തവണ ഇടതുമുന്നണി വോട്ടഭ്യർത്ഥിക്കുന്നത്. ഈ സാഹചര്യത്തിൽ LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് A. രാജയെ പരാജയപ്പെടുത്തുക എന്നത് UDFന് അസാധ്യമാണ്. ഇത് മറികടക്കുന്നതിനുള്ള ആസൂത്രിത നീക്കമാണ് NDA സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രികകൾ തള്ളിച്ചത്. സ്ഥാനാർത്ഥിയായിരുന്ന ധനലക്ഷ്മിയുടെയും ഡെമ്മി സ്ഥാനാർത്ഥിയായിരുന്ന പൊൻപാണ്ഡ്യയുടെയും പത്രികകളിൽ ഒരുപോലെ തെറ്റി ആവർത്തിച്ചത് ഈ ആസൂത്രണത്തിന്റെ ഭാഗമാണ് എന്ന സംശയം ബലപ്പെടുത്തുന്നു. 2016 മത്സരിച്ച ധനലക്ഷ്മി വീണ്ടും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോൾ സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങളിൽ ധാരണയുണ്ടാകും. എന്നിട്ടും തെറ്റുവരുത്തി. NDA വോട്ടുകൾ ലഭിക്കുന്നതോടെ വിജയം കൈവരിക്കാനാകുമെന്നാണ് UDF കണക്കുകൂട്ടുന്നത്. എന്നാൽ UDF NDA അവിശുദ്ധ കൂട്ടുകെട്ടിനെ ജനങ്ങൾ തിരിച്ചറിയുമെന്നും അഡ്വക്കേറ്റ് A. രാജയ്ക്ക് വിജയിക്കാൻ കഴിയുമെന്നും ഇടതു നേതാക്കൾ വ്യക്തമാക്കി. കൈരളി ന്യൂസ്, ഇടുക്കി. പത്രിക തള്ളിയതിനെതിരെ ഗുരുവായൂരിലെ NDA സ്ഥാനാർത്ഥി സമർപ്പിച്ച ഹർജി ഹൈക്കോടതിയും തള്ളിയതോടെ മണ്ഡലത്തിൽ കോലി സഖ്യം സജീവമാവുകയാണ്. സ്ഥാനാർത്ഥി നിർണയം മുതൽ UDFനെ വഴിവിട്ട് സഹായിക്കുന്ന നിലയിലായിരുന്നു ഗുരുവായൂരിൽ BJPയുടെ പ്രചാരണം. നാമനിർദ്ദേശ പത്രികയിൽ ഗുരുതര പിഴവ് വരുത്തി മത്സരരംഗത്ത് നിന്ന് മാറാനും അതുവഴി ലീഗ് സ്ഥാനാർത്ഥി KNA ഖാദറിനെ സഹായിക്കാനും ശ്രമിച്ച BJP നേതൃത്വത്തിനെതിരെ വ്യാപക പ്രതിഷേധമാണ് പ്രവർത്തകർക്കിടയിലുള്ളത്. സ്ഥാനാർത്ഥി നിർണയം മുതൽ തുടരുന്ന BJP UDF അവിശുദ്ധ കൂട്ടുകെട്ടാണ് ഇപ്പോൾ ഹൈക്കോടതി വിധിയോടെ യാഥാർത്ഥ്യമായത്. സ്ഥാനാർത്ഥിയെ ഗുരുവായൂരിൽ പ്രഖ്യാപിച്ചെങ്കിലും പ്രചരണ രംഗത്ത് BJP ഇല്ലായിരുന്നു. മണ്ഡലത്തിലെ BJPയുടെ ഉറച്ച വോട്ടുകൾ പോലും വേണ്ട എന്ന നിലയിലായിരുന്നു NDAയുടെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ. ലീഗ് മണ്ഡലമായ ഗുരുവായൂരിൽ BJP ലീഗിനെ സഹായിക്കാൻ അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടാക്കിയെന്ന ആക്ഷേപം ആദ്യം മുതൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. അതിനു പിന്നാലെയാണ് സംസ്ഥാന അധ്യക്ഷൻ്റെ ഒപ്പില്ലാത്ത BJP സ്ഥാനാർത്ഥി നിവേദിതയുടെ നാമനിർദ്ദേശ പത്രിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിയത്. ഡമ്മി സ്ഥാനാർത്ഥി പോലുമില്ലാതെ BJPയെ മത്സരരംഗത്തു നിന്നും പിൻവലിച്ച നേതൃത്വത്തിനെതിരെ പ്രവർത്തകർക്കിടയിൽ നിന്ന് തന്നെ പ്രതിഷേധമുയർന്നു. ഇതോടെയാണ് പ്രവർത്തകരുടെ കണ്ണിൽ പൊടിയിടാൻ BJP സ്ഥാനാർത്ഥിയായിരുന്ന നിവേദിതയുടെ നാമനിർദ്ദേശ പത്രിക തള്ളിയതിനെതിരെ ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. ഹൈക്കോടതി BJP സമർപ്പിച്ച ഹർജി തള്ളിയതോടെ നിലവിൽ ഗുരുവായൂർ മണ്ഡലത്തിൽ NDAക്ക് സ്ഥാനാർത്ഥിയില്ല. ഇതോടെ മണ്ഡലത്തിൽ മുൻധാരണ പ്രകാരം
കോലി ബി സഖ്യമായിരിക്കും ഇടതുപക്ഷ സ്ഥാനാർത്ഥി NK അക്ബറിനെതിരെ മത്സരരംഗത്തുണ്ടാവുക. കൈരളി ന്യൂസ്, തൃശൂർ. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും പരസ്യമായോ രഹസ്യമായോ BJP കോൺഗ്രസ് വോട്ട് കച്ചവടം നടന്ന ചരിത്രമാണ് തലശ്ശേരി മണ്ഡലത്തിന്. ഇത്തവണ സ്ഥാനാർത്ഥി പോലുമില്ലാതെ BJP തങ്ങളുടെ രാഷ്ട്രീയ പരീക്ഷണശാലയാക്കുകയാണ് തലശ്ശേരിയെ. എന്നാൽ BJP കോൺഗ്രസ് അവിശുദ്ധ സഖ്യത്തെ തള്ളി ഇടതുപക്ഷത്തിനൊപ്പം അടിയുറച്ചു നിന്ന പാരമ്പര്യമാണ് തലശ്ശേരിക്കുള്ളത്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തലശ്ശേരി നഗരസഭയിൽ BJPയും കോൺഗ്രസും വോട്ട് കച്ചവടം നടത്തിയതിന് തെളിവുകൾ പുറത്തുവന്നിരുന്നു. 2001-ലും 2006-ലും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പരസ്യമായല്ലെങ്കിലും രഹസ്യമായി BJP കോൺഗ്രസിന് വോട്ട് മറിച്ചു. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കണ്ണൂർ ജില്ലയിൽ BJPക്ക് ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ച തലശ്ശേരിയിൽ ഇത്തവണ സ്ഥാനാർത്ഥിയില്ലാതായത് പരസ്യമായ വോട്ട് കച്ചവടത്തിനെന്ന് വ്യക്തം. എന്നാൽ കോൺഗ്രസ് BJP അവിശുദ്ധ സഖ്യത്തെ തള്ളി വോട്ടർമാർ ഇടതുപക്ഷത്തെ വിജയിപ്പിച്ചതാണ് തലശ്ശേരി മണ്ഡലത്തിന്റെ ചരിത്രം. ഇത്തവണയും അത് ആവർത്തിക്കുമെന്ന് LDF സ്ഥാനാർത്ഥി AN ഷംസീർ പറഞ്ഞു. BJPക്ക് നേരത്തെ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല ഇവിടെ വടകര ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമായി മത്സരിക്കുമ്പോൾ. അന്ന് തലശ്ശേരി വലിയ ഭൂരിപക്ഷം നൽകിയതാണ് ആ തെരഞ്ഞെടുപ്പ് 91-ൽ. തുടർന്ന് 2001-ലും 2006-ലും കോടിയേരി മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പിലും സ്ഥാനാർത്ഥി പേരിന് വെക്കുകയും വോട്ട് മൊത്തമായി മറിച്ചു കൊടുക്കുകയും ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് തലശ്ശേരിക്കാരത് ആദ്യമായിട്ട് കാണുന്നതല്ല. BJP ജില്ലാ അധ്യക്ഷനായ N ഹരിദാസിന്റെ നാമനിർദ്ദേശ പത്രികയിലെ പിഴവ് ബോധപൂർവമാണെന്നതിന് നിരവധി കാരണങ്ങളുണ്ട്. പത്രികാ സമർപ്പണം അവസാന മണിക്കൂറിലേക്കാക്കിയതും സംശയാസ്പദമാണ്. തലശ്ശേരിയിൽ കോൺഗ്രസിന് വോട്ട് മറിച്ച് നൽകുമ്പോൾ ധർമ്മടത്ത് തിരിച്ചും സഹായിക്കുക എന്നതാണ് ധാരണയെന്ന് CPIM ആരോപിക്കുന്നു. വോട്ട് കച്ചവടത്തിൽ നേതാക്കൾ സന്തോഷിക്കുമ്പോൾ BJP അണികൾ ഭൂരിപക്ഷവും സ്ഥാനാർത്ഥി ഇല്ലാതായതിന്റെ നിരാശയിലും അമർഷത്തിലുമാണ്. കൈരളി ന്യൂസ്, കണ്ണൂർ. ശോഭാ സുരേന്ദ്രനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി. കഴക്കൂട്ടത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി മന്ത്രിയുമായ കടകംപള്ളി സുരേന്ദ്രനെ സ്വകാര്യ ചാനലിലൂടെ അപമാനിച്ചതും മതത്തിന്റെ പേരിൽ വോട്ട് ചോദിച്ചതും ചൂണ്ടിക്കാട്ടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് വഞ്ചിയൂർ സ്വദേശി സിജി പരാതി നൽകിയത്. മാർച്ച് മാസം 17-18 തീയതികളിൽ കഴക്കൂട്ടത്തെ NDA സ്ഥാനാർത്ഥിയായ ശോഭാ സുരേന്ദ്രൻ സ്വകാര്യ ചാനലിലൂടെ നടത്തിയ പരാമർശത്തിനെതിരെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് വഞ്ചിയൂർ സ്വദേശി പരാതി നൽകിയത്. വിശ്വാസ സംരക്ഷണത്തിന് നിന്നവരും വിശ്വാസഘാതകരും തമ്മിലുള്ള പോരാട്ടമാണ് കഴക്കൂട്ടത്ത് നടക്കുന്നതെന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു. മതപരമായ വികാരങ്ങൾ ഇളക്കിവിട്ട് വോട്ട് വർദ്ധിപ്പിക്കാനുള്ള ശ്രമവും ശോഭയുടെ ഭാഗത്തു നിന്നുമുണ്ടായി. മാർച്ച് 18-ന് ഒരു സ്വകാര്യ ചാനലിൽ കടകംപള്ളി സുരേന്ദ്രനെ പൂതനയോടുപമിച്ചും BJPക്ക് വോട്ട് ചെയ്യുന്നവരെ ശ്രീകൃഷ്ണനോടുപമിച്ചും ശോഭാ സുരേന്ദ്രൻ പ്രസ്താവന നടത്തിയിരുന്നു. കടകംപള്ളി സുരേന്ദ്രനെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നതും ജനങ്ങളുടെ ഐക്യത്തെ തകർക്കുന്നതുമാണ് ഇത്തരം പരാമർശങ്ങളെന്ന് ചൂണ്ടിക്കാട്ടിയാണ് DYFI പ്രവർത്തകൻ കൂടിയായ സജി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പിൻവലിക്കാനുള്ള സമയം അവസാനിച്ചതോടെ മത്സര രംഗത്തുള്ളത് 957 സ്ഥാനാർത്ഥികൾ. അന്തിമ വോട്ടർ പട്ടിക പുറത്തിറങ്ങിയതോടെ സംസ്ഥാനത്ത് ഉണ്ടാവുക 2,74,00,000-ലധികം വോട്ടർമാരാണ്. നിയോജക മണ്ഡലത്തിലെ ഏതൊരു വോട്ടർക്കും ഏതൊരു ബൂത്തിലും പോളിംഗ് ഏജന്റ് ആവാം എന്നും ഇലക്ഷൻ കമ്മീഷൻ വ്യക്തമാക്കി. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം പൂർത്തിയായതോടെ സംസ്ഥാനത്താകെ 957 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസമായ 19-ന് 2180 പത്രികകളാണ് സംസ്ഥാനത്താകെ ലഭിച്ചത്. സൂക്ഷ്മ പരിശോധനയ്ക്കു ശേഷം പത്രികയുടെ എണ്ണം 1061 കുറഞ്ഞു. അതേസമയം അന്തിമ വോട്ടർ പട്ടിക പുറത്തിറങ്ങിയതോടെ 2,74,000-ലധികം വോട്ടർമാരാണ് നിലവിലുള്ളത്. 1,32,000-ലധികം പുരുഷ വോട്ടർമാരും 1,41,000-ലധികം സ്ത്രീ വോട്ടർമാരും സംസ്ഥാനത്തുണ്ട്. 290 ട്രാൻസ്ജെൻഡർ വോട്ടർമാരും വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചു. പോളിംഗിന്റെ 72 മണിക്കൂർ മുൻപ് ബൈക്ക് റാലി അനുവദിക്കില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. നിയോജക മണ്ഡലത്തിലെ ഏതൊരു വ്യക്തിക്കും ഏത് ബൂത്തിൽ വേണമെങ്കിലും പോളിംഗ് ഏജന്റാകാം. ഇതുവരെ അതേ ബൂത്തിലുള്ള വോട്ടർമാരെ മാത്രമേ അനുവദിച്ചിരുന്നുള്ളൂ. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. ചിത്രം വ്യക്തമായതോടെ വാശിയേറിയ പോരാട്ടമാണ് തിരുവനന്തപുരം ജില്ലയിലാകെ. ജില്ലയിലെ 14 മണ്ഡലങ്ങളിൽ വേനൽ ചൂടിനെ വകവയ്ക്കാതെ സ്ഥാനാർത്ഥികൾ പ്രചാരണ രംഗത്ത് സജീവമാണ്. സ്ഥാനാർത്ഥി നിർണയമടക്കം നേരത്തെ പൂർത്തിയാക്കിയതോടെ എല്ലാ മണ്ഡലങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മേൽക്കൈയുണ്ട്. പ്രചാരണത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയായതോടെ വാശിയേറിയ പോരാട്ടമാണ് തിരുവനന്തപുരം ജില്ലയിലെ നിയോജക മണ്ഡലങ്ങളിൽ. ഒന്നാം ഘട്ടം പൂർത്തിയാകുമ്പോൾ ജില്ലയിലെ എല്ലാ മണ്ഡലത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് മുൻപന്തിയിൽ. സംസ്ഥാന സർക്കാരിൻ്റെ വികസന നേട്ടങ്ങളാണ് എല്ലാ മണ്ഡലങ്ങളിലെയും ചർച്ചാ വിഷയം. സ്ഥാനാർത്ഥി നിർണയം നേരത്തെ തന്നെ പൂർത്തിയാക്കിയത് പ്രചാരണത്തിലും ഇടതുപക്ഷത്തിന് മേൽക്കൈ നൽകുന്നു. സംസ്ഥാനം ഉറ്റുനോക്കുന്ന മണ്ഡലമായ നേമത്ത് വ്യക്തമായ മേൽക്കൈ ഇടതുപക്ഷത്തിനുണ്ട്. മണ്ഡലത്തിലെ നിറസാന്നിധ്യമായ വി ശിവൻകുട്ടി വലിയ വിജയപ്രതീക്ഷയിലാണ്.
മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ മത്സരിക്കുന്ന കഴക്കൂട്ടത്ത് ഇടതുപക്ഷത്തിന് വലിയ മേൽക്കൈയുണ്ട്. വർഗീയത അജണ്ടയാക്കിയാണ് NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ പ്രചാരണം നടത്തുന്നത്. ഇതിനെതിരെ ചില വോട്ടർമാർ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിട്ടുണ്ട്. എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടമാണ് ഇടതുപക്ഷത്തിന്റെ പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. വർഗീയതയ്ക്കെതിരായ വിധിയെഴുത്തായിരിക്കും ഈ തെരഞ്ഞെടുപ്പെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം S രാമചന്ദ്രൻ പിള്ള. ന്യൂനപക്ഷങ്ങൾക്ക് എന്നും അഭയമായിട്ടുള്ളത് ഇടതുപക്ഷമാണെന്നും അദ്ദേഹം പറഞ്ഞു. തൊടുപുഴയിലെ പ്രചാരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു S രാമചന്ദ്രൻ പിള്ള. മതന്യൂനപക്ഷങ്ങളെ ഭിന്നിപ്പിച്ചും വർഗീയത ആളിക്കത്തിച്ചുമാണ് UDFും NDAയും വോട്ട് പിടിക്കുന്നത് എങ്കിൽ വികസനം പറഞ്ഞാണ് LDF വോട്ട് അഭ്യർത്ഥിക്കുന്നത്. ജനങ്ങൾ മതേതരത്വം സംരക്ഷിക്കുന്നവർക്കും വികസനങ്ങൾ നടപ്പാക്കുന്നവർക്കുമാണ് വോട്ട് നൽകുക. കേരളത്തിൽ ഭരണ തുടർച്ചയുണ്ടാകുമെന്നും S രാമചന്ദ്രൻ പിള്ള പറഞ്ഞു. ഇതാണ് BJPയുടെ റെക്കോർഡ്. ജനവിരുദ്ധമാണ്, മനുഷ്യത്വരഹിതമാണ് അവരുടെ സമീപനം. അതിന് കൂട്ടുനിൽക്കുകയാണ് UDF, കോൺഗ്രസ്. വ്യത്യാസമൊന്നുമില്ലേ? BJPയുടെ റിക്രൂട്ടിംഗ് സെന്ററായി ഇതിപ്പോൾ കോൺഗ്രസ് മാറിയിരിക്കുകയാണ്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയം അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ BJPക്കെതിരായി, കോൺഗ്രസിനെതിരായി ജനകീയ മുന്നേറ്റം ഉണ്ടാക്കാൻ സഹായിക്കും. തൊടുപുഴയിലെ ഇടത് സ്ഥാനാർത്ഥി പ്രൊഫസർ KI ആന്റണിക്ക് വേണ്ടി 2 ചിഹ്നത്തിൽ രാമചന്ദ്രൻ പിള്ള വോട്ട് അഭ്യർത്ഥിച്ചു. ചടങ്ങിൽ LDF നേതാക്കളായ VV മത്തായി, KR ഗോപാലൻ, N സദാനന്ദൻ തുടങ്ങിയവർ പങ്കെടുത്തു. കൈരളി ന്യൂസ്, ഇടുക്കി. ഇന്ന് ഭഗത് സിംഗിൻ്റെയും രാജ്ഗുരുവിൻ്റെയും സുഖ്ദേവിൻ്റെയും രക്തസാക്ഷിത്വ ദിനമാണ്. സാമ്രാജ്യത്വത്തിനെതിരെ സന്ധിയില്ലാത്ത പോരാട്ടങ്ങൾ നയിച്ച ആ ഹ്രസ്വജീവിതങ്ങൾ വിപ്ലവം കൊതിക്കുന്ന വിമോചനത്തിനായി ദാഹിക്കുന്ന മനുഷ്യർക്ക് എക്കാലവും അടങ്ങാത്ത ആവേശമാണ്. ഭഗത് സിംഗ്, സുഖ്ദേവ്, രാജ്ഗുരു, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം കണ്ട ഏറ്റവും ജ്വലിക്കുന്ന ഇതിഹാസങ്ങൾ. സ്വന്തം ജനതയുടെ വിമോചനത്തിനായി തൂക്കുകയറണിയുമ്പോൾ ഭഗത് സിംഗിനും സുഖ്ദേവിനും പ്രായം 23 വയസ്സ്, രാജ്ഗുരുവിന് പ്രായം വെറും 22 വയസ്സ്. സായുധ പോരാട്ടം പൂർണ്ണമായും വെടിഞ്ഞുകൊണ്ട് ഒരു ധർമ്മയുദ്ധവും മാനവ ചരിത്രത്തിൽ പൂർത്തിയായിട്ടില്ല. ഒരു മനുഷ്യ സമൂഹവും വിമോചനം കണ്ടിട്ടില്ല. ആ ഹ്രസ്വജീവിതങ്ങൾ ഉയർത്തിപ്പിടിച്ച വിപ്ലവ ചിന്തയും ധീരതയും രാജ്യത്തിന് കാണിച്ചു തന്നത് സാമ്രാജ്യത്വത്തോടുള്ള സന്ധിപ്പുരകളായിരുന്നില്ല, കൊളോണിയലിസത്തിന്റെ ശവക്കൂനയാണ്. അധിനിവേശം തീർത്ത ദന്തഗോപുരങ്ങൾക്ക് നേരെ ഉള്ളുപൊട്ടിയുയർന്ന കോടിക്കണക്കിന് ശബ്ദങ്ങൾക്ക് കരുത്തും ഊർജവുമായത് ആ രക്തസാക്ഷിത്വങ്ങളാണെന്ന് നിസ്സംശയം പറയാം. ലാഹോർ ജയിലിൽ തൂക്കുകയറണിയുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പഞ്ചാബ് ഗവർണർക്ക് എഴുതിയ കത്തിൽ ഭഗത് സിംഗ് ഇങ്ങനെ കുറിച്ചു: സമീപഭാവിയിൽ തന്നെ അന്ത്യയുദ്ധം നടക്കുകയും അവസാന ഉടമ്പടിയിൽ എത്തുകയും ചെയ്യും. മൂലധന സാമ്രാജ്യത്വ ചൂഷണങ്ങളുടെ ദിനം എണ്ണപ്പെട്ടിരിക്കുന്നു. ഈ യുദ്ധം ഞങ്ങളിൽ നിന്ന് തുടങ്ങുകയോ ഞങ്ങളുടെ മരണത്തോട് അവസാനിക്കുകയോ ചെയ്യുന്നില്ല. ചരിത്ര സംഭവങ്ങളുടെയും നിലവിലെ പരിസ്ഥിതിയുടെയും ഒഴിച്ചുകൂടാനാവാത്ത സ്വാതന്ത്ര്യ സമര ചരിത്രം കണ്ട പല സമരമുറകളും വട്ടമേശയ്ക്ക് മുന്നിൽ ഒത്തുതീർപ്പായപ്പോഴും, മാപ്പിരക്കലുകളിൽ ജയിൽ മോചനങ്ങൾ സാധ്യമായപ്പോഴും, റാഫ്റ്റുകളോട് കാലുകൾ വേർപെട്ട് തൂക്കുകയറിലേക്ക് ഉയരുന്നതുവരെ ഭഗത് സിംഗും രാജ്ഗുരുവും സുഖ്ദേവും കൊളോണിയലിസത്തിന്റെ ഉറക്കം കെടുത്തി. വിവാഹത്തിന് നിർബന്ധിച്ച വീട്ടുകാരോട് അടിമത്തം നിലനിൽക്കുന്ന മണ്ണിൽ മരണം മാത്രമാണ് എന്റെ വധുവെന്നായിരുന്നു ഭഗത് സിംഗിന്റെ മറുപടി. തൂക്കുകയറിലേക്ക് പോകും മുമ്പ് അവസാനമായി വായിച്ചുകൊണ്ടിരുന്ന വ്ളാഡിമിർ ഇല്ലിച്ച് ലെനിന്റെ ജീവചരിത്രം പൂർത്തിയാക്കണമെന്ന് ഭഗത് സിംഗ് ആവശ്യപ്പെട്ടു. കാരണം ഒരു വിപ്ലവകാരി മറ്റൊരു വിപ്ലവകാരിയോട് സംവദിക്കുകയാണെന്നായിരുന്നു ഭഗത് സിംഗിന്റെ മറുപടി. ശേഷം പുസ്തകം സീലിംഗിലേക്ക് ഉയർത്തി പ്രിയ സഖാക്കളായ രാജ്ഗുരുവിനെയും സുഖ്ദേവിനെയും ചേർത്തുപിടിച്ച് തൂക്കുകയറിലേക്ക്. വിഷ്ണുപ്രസാദ്, കൈരളി ന്യൂസ്. കോൺഗ്രസ് നേതാക്കളെ പ്രതീക്ഷയോടെ കാണുന്നവരാണ് BJP എന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി. കോൺഗ്രസ് മത്സരിക്കുന്നത് BJP ആവാനാണ്. UDFിൻ്റെ ക്ഷേമ പെൻഷൻ വാഗ്ദാനം ജനങ്ങൾ തിരിച്ചറിയുമെന്നും MA ബേബി പറഞ്ഞു. കോഴിക്കോട്ട് വിവിധ LDF തെരഞ്ഞെടുപ്പ് റാലികളിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ മത്സരം BJPയിൽ എങ്ങനെ കയറിക്കൂടാമെന്നുള്ളതിലാണെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി പറഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ സമീപത്തിരിക്കുന്നതിനേക്കാൾ കൂടുതൽ പഴയ കോൺഗ്രസ് MPമാർ മോഡിയുടെ കൂടെയുണ്ട്. കോൺഗ്രസ് വിജയിച്ചാൽ ഏത് നിമിഷവും BJP ആവാമെന്നും MA ബേബി പറഞ്ഞു. BJPക്ക് കോൺഗ്രസ് നേതാക്കന്മാരോട് പ്രതീക്ഷയാണുള്ളത്. എന്താ പ്രതീക്ഷ? അധികം വൈകാതെ നമ്മുടെ കൂടെ വന്നു ചേരേണ്ട ആളുകൾ എന്ന നിലയിലാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാരെ, കോൺഗ്രസിന്റെ MPമാരെ, MLAമാരെ എല്ലാം BJP നേതൃത്വം കാണുന്നത്. രാഹുൽ ഗാന്ധിയുടെ ഒപ്പം ഇരിക്കുന്ന കോൺഗ്രസ് MPമാരെക്കാൾ കൂടുതൽ എണ്ണം മുൻ കോൺഗ്രസ് MPമാർ
അപ്പുറത്ത് നരേന്ദ്രമോദിയുടെ കൂടെ BJP എംപിമാരായിട്ടിരിപ്പുണ്ട്. നന്മ നഷ്ടപ്പെട്ടിട്ടില്ലാത്ത ചിലർ കോൺഗ്രസിൽ ഇപ്പോഴുമുണ്ട്. അവർ തകരുന്ന കൂടാരം വിട്ട് LDFിലേക്ക് വരുന്നു. PC ചാക്കോയും KC റോസക്കുട്ടിയും MS വിശ്വനാഥനും ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും MA ബേബി പറഞ്ഞു. കേരളത്തിൽ പലയിടങ്ങളിലും BJP കോൺഗ്രസ് ധാരണയുണ്ട്. വോട്ട് കച്ചവടങ്ങളെ എല്ലാ കാലവും എതിർത്തു പോകുന്ന നിലപാടാണ് കേരളം സ്വീകരിച്ചിട്ടുള്ളതെന്ന് 91-ലെ കൂലിബി സഖ്യം ഓർമ്മിപ്പിച്ച് MA ബേബി വിശദീകരിച്ചു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ സാധാരണ മനുഷ്യരെ ചേർത്തുപിടിച്ച കരങ്ങളാണ് പിണറായി സർക്കാരിൻ്റേത്. സർക്കാർ ചെയ്ത നല്ല കാര്യങ്ങൾ നാട്ടിലാകെയുണ്ട്. UDFിന്റെ ക്ഷേമ പെൻഷൻ പ്രഖ്യാപനത്തെ MA ബേബി പരിഹസിച്ചു. എണ്ണയാട്ടുന്നിടത്ത് അല്പം പിണ്ണാക്ക് ചോദിച്ച് തരാത്തവൻ വീട്ടിൽ വന്നാൽ ഒരു തുടം എണ്ണ തന്നേക്കാം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? ഇനിയിപ്പോൾ ആ ചൊല്ലൊന്നും വേണ്ട. അല്ല, നിങ്ങൾ ഈ വാഗ്ദാനം പറയുന്നത് ഈ ചെന്നിത്തല വാഗ്ദാനം പറയുന്ന പോലെയാണോ എന്ന് ചോദിച്ചാൽ ഇപ്പൊ കേരളീയർക്ക് ഭംഗിയായിട്ട് മനസ്സിലാവും ഇത് തട്ടിപ്പാണ്. കോടഞ്ചേരി, കൂടരഞ്ഞി, കൂരാച്ചുണ്ട്, പേരാമ്പ്രയിലെ ചെറുവണ്ണൂർ എന്നിവിടങ്ങളിലെ LDF തെരഞ്ഞെടുപ്പ് റാലി MA ബേബി ഉദ്ഘാടനം ചെയ്തു. കൈരളി ന്യൂസ്, കോഴിക്കോട്.